മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. നമസ്കാരം, ഞാൻ ഡോക്ടർ ജോളി തോംസൺ, ലൈഫ് കെയർ സെൻറ്റർ ഫോർ റിവേഴ്സിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, തേവര, കൊച്ചി. ന്യൂ ഇയർ പുതുവത്സര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഈ പുതുവർഷത്തിൽ ആരോഗ്യത്തിനായി, ശരീരത്തെ സംരക്ഷിക്കാനായി പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. അമിതവണ്ണവും കുടവയറും ഒക്കെ കുറച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മാറാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ്. ഒരുപാട് കാലമായി മരുന്ന് കഴിക്കുന്ന, വിട്ടുമാറാത്ത രോഗങ്ങളുമായി ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടിയാണിത്. പ്രമേഹമാകാം, പ്രഷറും കൊളസ്ട്രോളും ഹൃദ്രോഗവുമാകാം, അലർജിയോ ആസ്മയോ SLE പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളോ ആകാം, അമിതവണ്ണവും PCOS-ഉം തൈറോയ്ഡ് പ്രശ്നങ്ങൾ, സന്ധിവേദനകൾ, ഗ്യാസ്, അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ദിവസേനയുള്ള ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ക്ഷീണം, ദേഹവേദനകളും ത്വക്ക് രോഗങ്ങളും ഒക്കെ ആകാം. ക്യാൻസറിനെ അതിജീവിച്ച് ഇനി വീണ്ടും വരാതിരിക്കാനായി ആഗ്രഹിക്കുന്നവരാകാം. ദിവസേന പ്രഷറിനും ഷുഗറിനും ഹൃദ്രോഗത്തിനുമായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും മോചനം നേടാനും മരുന്നുകളെ സ്ഥിരമായി ആശ്രയിക്കാതെ കഴിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. ഹാർട്ട് അറ്റാക്കും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും മുട്ടുമാറ്റിവെക്കലും പോലുള്ള ഓപ്പറേഷനുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണിത്. ഈ പുതുവർഷം കലണ്ടറിലെ വെറും ഒരു തീയതി മാറ്റം മാത്രമാകണോ, അതോ നിങ്ങളുടെ ശരീരത്തെ തിരികെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള വർഷമാക്കി മാറ്റിയാലോ? നിങ്ങൾ ഇതുവരെ അംഗീകരിച്ചു പോന്ന ക്ഷീണം, നിങ്ങൾ പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ്, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന BP, ജീവിതകാലം മുഴുവൻ കഴിക്കുമെന്ന് കരുതിയ മരുന്നുകൾ, ഇവയെല്ലാം മാറ്റാൻ കഴിയുമെങ്കിലോ? സൗമ്യമായി, ശാസ്ത്രീയമായി, അതിശയിപ്പിക്കുന്ന വേഗത്തിൽ ഇത് സാധ്യമാക്കാമെങ്കിലോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരോഗ്യം തിരിച്ചു പിടിക്കാനുള്ള ക്വിക്ക് ഫിക്സ് മാർഗത്തെക്കുറിച്ചാണ്. ജീവിതശൈലി രോഗങ്ങൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും വളരെ വേഗത്തിൽ ആരോഗ്യം തിരിച്ചു പിടിക്കാനും മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും പോലുള്ള ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും സാധ്യമാക്കുന്നത് എങ്ങനെയെന്നാണ്. ഇന്ന് കാണുന്ന 90% രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും കൂടി ഒരു ഒറ്റമൂലി. അത് എന്താണെന്ന് നോക്കാം. പുതുവർഷം എന്നത് തീയതി മാറുക മാത്രമല്ല, അതൊരു ക്ഷണമാണ്, പുതിയ തുടക്കമാണ്. നാം എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ശരീരത്തെ എങ്ങനെ പരിപാലിക്കുന്നു, രോഗങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഏറ്റവും പ്രധാനമായി നമ്മുടെ ആരോഗ്യത്തിൽ നാം എത്രമാത്രം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനുള്ള ഒരു ക്ഷണം. പലരും പുതുവർഷം തുടങ്ങുന്നത് ചില തീരുമാനങ്ങൾ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തുകൊണ്ടാണ്. പക്ഷേ വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ ഈ തീരുമാനങ്ങൾ നിലനിൽക്കൂ. അതിനാൽ ഇന്നത്തെ ലക്ഷ്യം നിങ്ങൾക്ക് ഒരുപാട് തീരുമാനങ്ങളുടെ പട്ടിക നൽകുക എന്നതല്ല, മറിച്ച് ഒരു ദിശാബോധം നൽകുക എന്നതാണ്. ഒരു മാറാരോഗിയായി തോന്നുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സ്വതന്ത്രനും ആരോഗ്യവാനുമായ മനുഷ്യനായി മാറാൻ സഹായിക്കുന്ന വ്യക്തമായ ഒരു പാത. ജീവിതശൈലി രോഗങ്ങളുള്ള വ്യക്തിക്ക് ശരിയായ ക്ലിനിക്കൽ പിന്തുണയോടെ ജീവിതശൈലി തിരുത്തുന്നതിലൂടെ എങ്ങനെ ഊർജ്ജസ്വലതയും ആരോഗ്യ സ്വാതന്ത്ര്യവും ആരോഗ്യപരമായ സ്വാശ്രയത്വവും തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് നോക്കാം. നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്നവരോ ഒരു ക്രോണിക് പേഷ്യന്റ്, വിട്ടുമാറാത്ത രോഗി എന്ന നിലയിൽ ജീവിക്കുകയാണെങ്കിൽ മുഴുവനും കാണുക. ഈ വീഡിയോ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും മാറ്റിയേക്കാം. ഒരു ലളിതമായ സത്യത്തിൽ നിന്ന് തുടങ്ങാം. ജീവിതശൈലി രോഗങ്ങൾ, അതായത് മരുന്നുകൊണ്ട് മാറാത്ത രോഗങ്ങൾ, വെറും മെഡിക്കൽ ഇഷ്യൂസ് മാത്രമല്ല, അവ ജീവിതശൈലിയുടെ പ്രശ്നങ്ങളാണ്. ഈ അവയർനെസ്, ഈ അവബോധത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പോലുള്ള ഇത്തരം മാറാ രോഗങ്ങൾ മരുന്നുകൊണ്ട് മാറ്റാനാകില്ല എങ്കിലും ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റാനാകും എന്നതാണ് ഒരു സന്തോഷ വാർത്ത. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജീവിതശൈലി തിരുത്തുമ്പോൾ ഈ രോഗങ്ങൾ വേഗത്തിൽ പ്രതികരിക്കും. ശരിയായ സാഹചര്യങ്ങളും മാർഗനിർദ്ദേശവും നൽകുമ്പോൾ സുഖപ്പെടുത്താനുള്ള അസാധാരണമായ കഴിവ് ശരീരത്തിനുണ്ട്. ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും വേണ്ടത് ഒരു ക്വിക്ക് ഫിക്സ് സൊല്യൂഷനാണ്. റിസൾട്ട് വേഗം വേണം. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ മാറ്റങ്ങൾ കാണാൻ നിങ്ങൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതില്ല. പലർക്കും ദിവസങ്ങൾക്കുള്ളിലോ ആഴ്ചകൾക്കുള്ളിലോ മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. പ്രമേഹ രോഗികൾ ഷുഗർ കുറയുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാണാം. ശരിയായ ക്ലിനിക്കൽ പിന്തുണയോടെ ചെയ്യുമ്പോൾ
ഈ മാറ്റങ്ങൾ സൗമ്യമായും സുരക്ഷിതമായും ആത്മവിശ്വാസത്തോടെയും സംഭവിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മാറാ രോഗങ്ങൾക്കുള്ള ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ ആകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആധുനിക ചികിത്സാ രീതിയിൽ നമ്മൾ രോഗങ്ങളെ കൈകാര്യം ചെയ്യുന്നു, പക്ഷേ രോഗകാരണത്തെ ജീവിതശൈലിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. മരുന്നുകളുടെ ഡോസുകൾ ക്രമീകരിക്കുന്നു, പക്ഷെ ജീവിതശൈലിയിലെ താഴെപ്പിഴകൾ കണ്ടെത്താനും പരിഹരിക്കാനുമുള്ള അറിവും സഹായവും ലഭിക്കാതെ പോകും. അതാണ് ആധുനിക ആരോഗ്യ സംരക്ഷണത്തിലെ പോരായ്മ. അവിടെയാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിന്റെ പ്രാധാന്യം. ക്ലിനിക്കൽ സൂപ്പർവിഷനോടെയും സപ്പോർട്ടോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും ശരീരത്തെ പുതുക്കിപ്പണിത് ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ എല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കണം. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കണം. ഞാൻ വർഷങ്ങളായി ജീവിതശൈലി ക്രമീകരണത്തിനാണ് ചികിത്സയിൽ പ്രാധാന്യം നൽകുന്നത്. മോഡേൺ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ചികിത്സകളും ആയുർവേദം പോലുള്ള മറ്റ് ചികിത്സകളും എടുത്തിട്ടും രോഗം മാറാത്തവരും പലതരം രോഗങ്ങൾക്കായി മരുന്ന് സ്ഥിരമായി കഴിക്കേണ്ടി വരുന്ന ഒഴിവാക്കാനും ഓപ്പറേഷൻ ഒഴിവാക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഈ ചികിത്സയ്ക്കായി വരാറുള്ളത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പ്രോട്ടോകോൾ ആസ്പദമാക്കിയുള്ള ജീവിതശൈലി ക്രമീകരണ രീതിയാണ് ഈ ചികിത്സയിൽ പിന്തുടരുന്നത്. സാധാരണയായി കാണുന്നത് പലതരം രോഗങ്ങൾക്കായി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ ഒട്ടുമിക്ക മരുന്നുകളും കുറച്ചുകൊണ്ടുവന്ന് നിർത്താനും പലർക്കും ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും സാധിക്കാറുണ്ട് എന്നതാണ്. ജീവിതശൈലി ക്രമീകരണം കൊണ്ട് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും വർഷങ്ങളായി മരുന്നുകൾ കഴിക്കുന്നവർക്കും എന്ത് പ്രയോജനം ലഭിച്ചു എന്ന് വ്യക്തത വരുത്താനായി കുറച്ച് രോഗികളുടെ ക്ലിനിക്കൽ ഡേറ്റ ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നോക്കാം. ഇത് മെയിൻലി ഒബേസിറ്റിയാണ്, ഓവർ വെയിറ്റ്. എല്ലാവരും ന്യൂ ഇയറിൽ ഒരു റെസൊല്യൂഷനൊക്കെ വയ്ക്കും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. അപ്പം ഇദ്ദേഹത്തിന് മെയിലാണ്, 25 വയസ്സാണ്, 177 സെന്റിമീറ്റർ പൊക്കവും, വെയിറ്റ് 104 കിലോയാണ്. അദ്ദേഹത്തിൽ ബേസിക്കലി ഒബേസിറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് അലർജി ഉണ്ട്. അലർജിയും സ്നീസിങ്ങും, എപ്പോഴും നേസൽ ബ്ലോക്ക്, മൂക്ക് അടഞ്ഞിരിക്കുന്നത് പോലെ വരും. അതിന് വേണ്ടിയിട്ട് ഡീവിയേറ്റഡ് ENTയിൽ കാണിച്ചപ്പം ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഉണ്ട്, അതിന് സർജറി ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ സ്നോറിങ് ഉണ്ട്, കൂർക്കം വലിയുണ്ട്. അതുപോലെ സ്ലീപ്പ് അപ്നിയ, ഇടയ്ക്ക് ശ്വാസം നിന്ന് പോകുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന പോലെ വരുന്നുണ്ട്. പിന്നെ സ്കിന്നിൽ, പ്രത്യേകിച്ചും ചെസ്റ്റിലും ബാക്കിലുമായിട്ട് ഒരു സ്കിൻ ലീഷൻസ് ഉണ്ട്. ഈ അക്നി വൾഗാരിസ് എന്നൊക്കെ പറഞ്ഞാൽ പഴുത്ത് വലിയ പിമ്പിളുകൾ വരുന്ന പോലെ. ഫേസിൽ അധികമില്ല, പക്ഷെ ബോഡിയിൽ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഫാറ്റി ലിവർ ഉണ്ട്, അതിൻ്റെ കൂടെ ലിവർ എൻസൈംസും കൂടുതലാണ്. അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ഗ്യാസും കോൺസ്റ്റിപ്പേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ടെസ്റ്റുകൾ നോക്കുമ്പം പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ട്. അതുപോലെ ലിവർ ഫങ്ഷൻസിൽ SGPT SGOT ഒക്കെ കൂടുതലാണ്. വൈറ്റമിൻ D, ഫോളേറ്റ് ഒക്കെ കുറവാണ്. അതുപോലെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, HSCRP, അതൊരു വാസ്കുലർ മാർക്കേഴ്സ്, നമ്മുടെ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഒക്കെ ഉള്ള ചാൻസ് കൂട്ടുന്നു എന്നുള്ള അതിൻ്റെ ഒരു മാർക്കറായിട്ട് വരുന്നതാണ്. HSCRP അദ്ദേഹത്തിന് കൂടുതലാണ്. അതാണ് നമ്മൾ പലപ്പോഴും കേൾക്കുമല്ലോ, ചെറുപ്പക്കാർക്ക് പോലും പെട്ടെന്ന് അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ കണ്ടീഷൻ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനത്തെ പോസിബിലിറ്റിയും കൂടുതലായിരിക്കും. നെക്സ്റ്റ്, നമ്മൾ എന്ത് ബെനിഫിറ്റാണ് നമ്മൾ ഈ ഇതിലേക്ക്, നമ്മൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്ക് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്ത് ബെനിഫിറ്റ് വന്നു എന്നുള്ളതാണ്. അതായത് സിംറ്റംസ്, ഈ കോൺസ്റ്റിപ്പേഷന്, സ്ലീപ്പിന്റെ പ്രശ്നങ്ങൾ, നേസൽ ബ്ലോക്ക്, സ്നോറിങ്, ഇങ്ങനത്തെയൊക്കെ കുറഞ്ഞു വന്നു. ആദ്യം 8th ഡേ വരുന്ന നമ്മൾ നോക്കും, 15th ഡേ അത് കുറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബേസിക്കലി ഒരു 30 days ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് 70% തന്നെ ഇങ്ങനത്തെ സിംറ്റംസിനൊക്കെ കുറവ് വന്നതാണ്. ഈ 60 days ആയപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് സിംറ്റം ഫ്രീ ആയെന്നുള്ളതാണ്. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിൽ ഒരു 104 1 മാസം ആയപ്പോൾ തന്നെ 97 വന്നു. അങ്ങനെ ഗ്രാജുവൽ ഒരു വെയിറ്റ് റിഡക്ഷൻ വരുന്നുണ്ട്.
ഈ സ്കിൻ ലീഷൻസ് ആണെങ്കിലും ഇതിൻ്റെ മന്ത് ഓൾമോസ്റ്റ് ക്ലിയർ ആയി. അതിൻ്റെ പാടുകൾ മാത്രമേ പിന്നെ പോകാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ സ്കാനിങ്ങിലാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുമ്പോൾ സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. അത് ഡേ 90 ആയപ്പോഴേക്കും ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഉണ്ടായിരുന്നു. ഡേ 90 ആയപ്പോഴേക്കും ഗ്രേഡ് 1 പറഞ്ഞു. അതാണ് അത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ഫാറ്റി ലിവറിൻ്റെ ഒക്കെ ആണെങ്കിലും മാറി വരുന്നത്. മറ്റേ സിംറ്റമാറ്റിക് റിലീഫ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, ബാക്കിയുള്ളത് കുറച്ചുകൂടെ സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ബോഡി വെയിറ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ഉള്ളത് 104 ആണെങ്കിൽ ഒരു എൻഡ് വരുമ്പോഴേക്കും 82 കുറഞ്ഞു, ഓൾമോസ്റ്റ് 22 kg കുറഞ്ഞു. ആദ്യം ഫാസ്റ്റായിട്ട് 90 days ആയപ്പോഴേക്കും നല്ല കുറവ് വന്നു. പിന്നെ അത് കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് 180 ആയിട്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, വീണ്ടും വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 1 year ആകാറായി. നെക്സ്റ്റ് അബ്ഡോമിനൽ സർക്കംഫറൻസ്, വയറിൻ്റെ ചുറ്റുള്ളതാണല്ലോ, കുടവയറുണ്ടാവും എല്ലാവർക്കും തന്നെ. അപ്പോൾ അതിൻ്റെ കുറവാണ്. 105 cm ഉണ്ടായിരുന്നത് 90 കുറയ്ക്കാനായി എന്നുള്ളതാണ്. അതുപോലെ ബോഡിയുടെ ഫാറ്റ് കുറഞ്ഞ് 27% ആയിരുന്നത് 38, ഫാറ്റ് പെർസെൻറ്റേജ് 27 അല്ല 38% ആയിരുന്നത് 27% കുറഞ്ഞു. ആണുങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു 10 to 15% ഫാറ്റിലിരിക്കുന്നതാണ് ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സ്. പക്ഷെ അത്തരത്തിലെത്തിയില്ല, എന്നാലും 11% കുറയ്ക്കാൻ പറ്റി. പിന്നെ ബോഡി ഏജ് ആണെങ്കിൽ ശരിക്കും 25 വയസ്സേ ഉള്ളെങ്കിലും തുടങ്ങുമ്പം 56 വയസ്സായിരുന്നു. അത് കുറഞ്ഞ് 43 കൊണ്ടുവരാനായി. ഇനിയും കുറയേണ്ടതുണ്ട്. അതായത് ഈ ഒരു 6 months കൊണ്ട് നമ്മൾ 13 വർഷം പുറകിലേക്ക് വരാൻ പറ്റിയെന്നുള്ളതാണ്. പലപ്പോഴും ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ആക്സിലറേറ്റഡ് ഏജിങ് ഉണ്ടാവും. നെക്സ്റ്റ് ഫാറ്റി ലിവർ കുറഞ്ഞു, ഫാറ്റി ലിവർ നോർമലിലേക്ക് വന്നു, സ്കിൻ ക്ലിയർ ചെയ്തു. നേസൽ ബ്ലോക്ക്, അതാണ് അദ്ദേഹത്തിന് സർജറി പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ സർജറി ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളത്. ഇപ്പം നേസൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പം നമുക്ക് നേസൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റത്തിന് വേണ്ടിയിട്ട് സർജറിയുടെ ആവശ്യമില്ല. ഈ സ്നോറിങ്ങും സ്ലീപ്പ് അപ്നിയ പോലുള്ള ഡിസ്കംഫർട്ടുകളും മാറിക്കിട്ടിയെന്നുള്ളതാണ്. അടുത്ത പേഷ്യൻ്റ് ഒരു ലേഡിയാണ്. അവർക്കും ഒബേസിറ്റി ഉണ്ട്. അത് കൂടാതെ അവരുടെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ബൈപ്പോളാർ ഡിസീസാണ്, സൈക്കാട്രിക് പ്രോബ്ലമാണ്. 5 തരം മരുന്നുകൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2017 മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അവരുടെ അത് കൂടാതെ അവർക്ക് PCOD ഉണ്ട്, ഇറഗുലർ പീരിയഡ്സും ഉണ്ട്. ഒപ്പം തന്നെ ഫാറ്റി ലിവർ ഉണ്ട്, ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഉണ്ട്. വെരി ലോ എനർജി ലെവലാണ്, ടയർഡ്നെസ് ഉണ്ട്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, അതൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല, എപ്പോഴും കിടന്നുറങ്ങണം. ഈ ഒരു അവസ്ഥയിലാണ് വരുന്നത്. 31 years ആണെങ്കിലും മാരേജും കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം മാരേജും അവർക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാതെ, പേരൻസിനും കോൺഫിഡൻസ് ഇല്ലാതെ കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഈ മരുന്നുകളെല്ലാം വെരി ഹൈ ഡോസിൽ തന്നെ, ഞാൻ എല്ലാ മരുന്നിൻ്റെയും പേര് പറയാൻ പോകുന്നില്ല, സമയം എടുക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ ഇവരുടെ ആ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ പലതരം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്. അതുപോലെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് HSCRP ഒക്കെ വെരി ഹൈ ആണ്, 40 ഒക്കെ ഉണ്ട്. CRP 42 ഒക്കെയാണ്. ESR. അപ്പം ഇങ്ങനെയാണ്, പലപ്പോഴും അങ്ങനെയാണ്. ഈ ഓവർ വെയിറ്റും മൾട്ടിപ്പിൾ പ്രോബ്ലംസും വരുന്നവർക്ക് പലപ്പോഴും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒത്തിരി ഹൈ ആയിരിക്കും. അപ്പോൾ ഇവർക്കും നമ്മുടെ ഈ കാർഡിയാക് മാർക്കേഴ്സ് HSCRP കൂടുതലുള്ളതുകൊണ്ട് ഹാർട്ട് അറ്റാക്കിനൊക്കെയുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് ബെനിഫിറ്റ് ആണ് വന്നെന്നുള്ളത്. ആക്ച്വലി ഒരു 1 week ആയപ്പോൾ തന്നെ അവരുടെ ആ ലേസിനെസ്സിനും ടയർഡ്നെസ്സിനും ഒക്കെ ഒരു 20% കുറവെന്നാണ് അവർ പറയുന്നത്. ഒരു 60 days ആയപ്പോഴേക്കും 70% അവരുടെ എല്ലാ ഡിസ്കംഫർട്ടുകളും കുറഞ്ഞു. ഡേ 90 ആയപ്പോഴേക്കും അവർ പറയുന്നത് ഓൾമോസ്റ്റ് അവർ എവറിത്തിങ് ക്ലിയർ ആണെന്നുള്ളതാണ്. അപ്പോഴേക്കും മരുന്നുകളുടെ ആണെങ്കിലും ഡോസൊക്കെ ഒത്തിരി കുറയ്ക്കാൻ പറ്റി. പിന്നെ ഫാറ്റി ലിവറിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ 180 days ആയപ്പോഴാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും 180 days ആയപ്പോഴേക്കും ഫാറ്റി ലിവർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബൈപ്പോളാർ ഡിസീസിന് 5 മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് എൻഡ് വന്നപ്പോഴേക്കും ഒരു മരുന്നും ഇല്ലാതെ തന്നെ മെൻ്റലി സ്റ്റേബിൾ ആയെന്നുള്ളതാണ്. മെൻ്റലി സ്റ്റേബിളാണ്, അവർ ജോലിക്ക് പോകാതിരുന്നതാണ്, അവർ ജോലി കിട്ടി. അതുപോലെ ഒരു 3 months ആയപ്പോഴേക്കും അവരൊരു പുതിയ ജോബൊക്കെ കണ്ടുപിടിച്ച് തന്നെ പോയി തുടങ്ങി. 6 months ഫോളോ അപ്പിന് വരുമ്പോഴേക്കും അവരുടെ മാരേജും ഫിക്സ്ഡായി. അപ്പം അതാണ് ആ സിറ്റുവേഷൻ, ആ കോൺഫിഡൻസും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ PCOD, നമ്മുടെ പീരിയഡ്സ് ഇറഗുലാരിറ്റിയും ആ പ്രശ്നങ്ങൾക്കാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാത്രമേ പണ്ട് പീരിയഡ്സ് കിട്ടുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. PCOD ആണെങ്കിലും ക്ലിയർ ആയി, മരുന്നില്ലാതെ തന്നെ പീരിയഡ്സ് റെഗുലർ ആകാൻ തുടങ്ങി എന്നുള്ളത്. ആദ്യം നമ്മൾ പീരിയഡ്സ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കും, പ്രത്യേകിച്ച് ഇത്ര ഒബേസിറ്റി ഒക്കെ ഉള്ളപ്പം. പിന്നെ മരുന്നും കുറച്ചുകൊണ്ടൊന്ന് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും പീരിയഡ്സ് അല്ലാതെ തന്നെ, മരുന്നില്ലാതെ തന്നെ പീരിയഡ്സ് കറക്റ്റായി കിട്ടാൻ തുടങ്ങി. നെക്സ്റ്റ് അവരുടെ വെയിറ്റ് ആണ്. വെയിറ്റിൽ ശരിക്കും 84 kg ഉണ്ടായിരുന്നവർക്ക് 70 കുറയ്ക്കാൻ പറ്റി. അതായത് 14 kg കുറയ്ക്കാൻ പറ്റി.
ആക്ച്വലി സൈക്കാട്രിക് പേഷ്യൻസിന് പലപ്പോഴും ഇച്ചിരി വെയിറ്റ് റിഡക്ഷൻ സ്ലോ ആയിരിക്കും. ഇപ്പൊ ഇവര് ശരിക്കും 3 മാസം കൊണ്ട് കിട്ടേണ്ടതാ. 20% വെയിറ്റ് റിഡക്ഷൻ നന്നായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ 3 മാസം കൊണ്ട് ഇത് കിട്ടേണ്ടത്. പക്ഷെ അവരൊരു 5-6 മന്ത്സ് എടുത്തു അത്തരത്തിൽ എത്തിക്കാനായിട്ട്. അബ്ഡോമിനൽ സർക്കംഫറൻസ് 110 ഉണ്ടായിരുന്നു. അതായത് കൊടവയറാണല്ലോ ഒരു മെയിൻ പ്രോബ്ലം. അത് 92ലേക്ക് കുറയ്ക്കാൻ പറ്റി. അതായത് 18 സെന്റിമീറ്റർ വയറിൻ്റെത് കുറയ്ക്കാൻ പറ്റി. പിന്നെ ബോഡി ഫാറ്റ് ആണെങ്കിൽ 38% ഉണ്ടായിരുന്നു, അത് 35%ലേക്ക് കുറയ്ക്കാൻ പറ്റി. 3%. ലേഡീസിന് ശരിക്കും ഫാറ്റ് കുറയ്ക്കാൻ കുറച്ചും കൂടെ പാടാണ് ജെൻസിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ബോഡി ഏജ് ആണെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 33 ഇയേഴ്സോ 31 ഇയറോ ഉള്ളെങ്കിലും 55 ആയിരുന്നു ബോഡി ഏജ്. അത് കുറച്ച് 48ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതായത് ഓൾമോസ്റ്റ് 7 ഇയേഴ്സ് നമ്മൾ തിരിച്ച് റിവൈൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ് വേറൊരു പ്രശ്നമായിട്ട് വരുന്ന പേഷ്യൻറ്റിനെ നോക്കാം. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് വരുന്നത്. ഇദ്ദേഹത്തിന് പ്രശ്നം അത്ര വലിയ ഓവർ വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ മെയിൻ പ്രശ്നം ലിവർ ഫൈബ്രോസിസ് ആണ്. സ്റ്റേജ് 4 ലിവർ ഫൈബ്രോസിസ് ആണ്. 18 വർഷമായി ഡയബറ്റിക് ആണ്. കൊളസ്ട്രോളും ഒക്കെ ഡിസ്ലൈപിഡീമിയ, കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുണ്ട്. അതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ വയറിന്റെ റൈറ്റ് സൈഡിൽ ഇരുന്ന് ഇപ്പോഴത്തെ പ്രശ്നം റൈറ്റ് സൈഡിൽ ഇരുന്ന് വേദനയുണ്ട്. അത് ഈ ഫാറ്റി ലിവറും ഈ ലിവർ സിറോസിസും ഒക്കെ വരുമ്പോഴേക്കും ഉള്ള അതിൻ്റെ ഒരു ലിവറിന്റെ പൊസിഷനാണിത്. അവിടെ വേദനയുണ്ട്. നെക്സ്റ്റ് അവർക്ക് അദ്ദേഹത്തിന് ചെറുപ്രായത്തിലെ മുതൽ മൈഗ്രെയിൻ ഉണ്ട്. അപ്പം അതിന് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചിലപ്പോൾ പോയി ഇഞ്ചക്ഷൻ വരെ എടുക്കേണ്ട. മരുന്ന് കഴിച്ചാൽ പോരാത്തവന് ചിലപ്പോൾ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അപ്പം അദ്ദേഹം ഡയബറ്റീസിന് വേണ്ടിയിട്ട് മരുന്നുകളുണ്ട്, കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പം ബേസിക്കലി ഈ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്തപ്പോൾ എന്ത് വ്യത്യാസം വന്നു എന്നുള്ളത്. അപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ ഈ തലവേദനയൊക്കെ ഉള്ളവർക്ക് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് പറ്റാത്തതുകൊണ്ട് ചില ഫുഡിനോട് അവർക്ക് അലർജി ഉണ്ടാവും. ഈ സെയിം പ്രോബ്ലമാണ് അവരുടെ ലിവറിനെയും ബാധിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ ലിവർ എൻസൈംസ് ഒക്കെ വെരി ഹൈ ആയിരുന്നു. അതുപോലെ കിഡ്നിക്കും പ്രോബ്ലം കാണിച്ചിട്ടുണ്ട്. ലിവറിലെ SGPT SGOT ഒക്കെ ഹൈ ആണ്. കിഡ്നിയിൽ GFR നോർമൽ ആണെങ്കിലും ആൽബുമിനൂറിയ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഡയബറ്റിക് പേഷ്യൻറ്റും കൂടെ ആണല്ലോ. അപ്പം ഈ HbA1c 8.2 ഈ മരുന്നൊക്കെ എടുത്തിട്ടും HbA1c 8.2 ആണ്. അത് ആക്ച്വലി നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്നുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഇത് ടൈപ്പ് 2 ഡയബറ്റീസാണ്. ഇൻസുലിനും C-പെപ്റ്റൈഡും ഒക്കെ നോർമലാണ്. അപ്പം ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പോൾ ഡയബറ്റീസിൻ്റെ മരുന്നുകൾ നിർത്തി, പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്നുണ്ടാകും. ഷുഗർ മെഡിസിൻ നിർത്തിയാലും ഷുഗർ കൺട്രോൾ ആകുന്നു എന്നുള്ളത് ഉറപ്പാക്കും. ഇത് ശരിക്കും 12 hours ആയപ്പോൾ തന്നെ മരുന്ന് നിർത്തിയാലും അദ്ദേഹത്തിന് ഷുഗർ കൺട്രോൾ ആയെന്നുള്ളതാണ്. ഈ SGPT SGOT ഒക്കെ കൺട്രോൾ ആകാൻ ഒരു 30 ഡേയ്സിനുള്ളിൽ തന്നെ 15 ഡേയ്സ് ആയപ്പോൾ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോളായി. HbA1c കൺട്രോൾ വന്ന് കറക്റ്റ് ആകാനായിട്ട് 90 ഡേയ്സ് ആയപ്പോഴേക്കും മരുന്നില്ലാതെ HbA1c 5.7ലേക്ക് വന്നു. അതാണ് ആ ഡിഫറൻസ്. നമ്മൾ നേരത്തെ മരുന്ന് നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡയബറ്റീസിന് സാധാരണ മരുന്നുകൾ കൂടിയാണല്ലോ വരുന്നത്. ഇത് നമ്മൾ മരുന്ന് നിർത്തി. അപ്പോൾ ഈ ക്വിക്ക് ഫിക്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇതിന് 12 hours ഷുഗർ കൺട്രോളായി. HbA1c 90 ഡേയ്സ് ആയപ്പോഴേക്കും 8.2ന് 5.7 എന്നുള്ളതാണ്. അപ്പം അത് ഓരോ വിസിറ്റിലും നോക്കുന്നുണ്ട്, ഗ്രാജുവൽ കുറയുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഫൈബ്രോസിസ് ആണ്. പിന്നെ ഫൈബ്രോസിസ് ആണ് അദ്ദേഹത്തെ ഏറ്റവും വറി ചെയ്തിരുന്നത്. ലിവർ ഫൈബ്രോസിസ് ആയിരുന്നു. സ്റ്റേജ് 4 എന്നുള്ളത് 90 ഡേയ്സ് ആയപ്പോൾ തന്നെ അത് സ്റ്റേജ് 2 ഫൈബ്രോസിസിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. 60 ആകുമ്പോഴേക്കും ബേസിക്കലി മിക്കവാറും അത് 1 അല്ലെങ്കിൽ നോർമലിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഓവറോൾ ആ ചേഞ്ച് എന്തൊക്കെയായിരുന്നു ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് നോക്കിയാൽ, നമ്മൾ തുടങ്ങുമ്പം വിത്ത് മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഡയബറ്റീസിന് മരുന്ന് എടുത്തുകൊണ്ട് HbA1c 8.2 ആണ്. അത് മരുന്നില്ലാതെ 90 ഡേയ്സ് ആയപ്പോഴേക്കും 5.7 ഫൈബ്രോസിസ് ഗ്രേഡ് 4 ഉണ്ടായിരുന്നു. 90 ഡേയ്സ് ആയപ്പോഴേക്കും ഗ്രേഡ് 2ലേക്ക് കുറയ്ക്കാൻ പറ്റി. വെയിറ്റ് 68 kg ആയിരുന്നു അദ്ദേഹം തുടങ്ങുമ്പം. അത് കുറച്ച് 62ലേക്ക് കുറയ്ക്കാൻ പറ്റി. അതായത് ബോഡിയിലുള്ള എക്സസ് ഫാറ്റ് കുറച്ച് നമ്മളെപ്പോഴും ഫാറ്റ് കുറയ്ക്കാനും മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാനുമാണ് നോക്കുന്നത്. അപ്പോൾ 6 kg കുറഞ്ഞു. ബോഡി ഏജ് ആണെങ്കിലും അദ്ദേഹത്തിന് 50 years ആയിരുന്നു ബോഡി ഏജ്. കുറച്ച് ആക്സിലറേറ്റഡ് ഏജിങ് ഉണ്ടായിരുന്നു. അത് കുറച്ച് 44ലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇതെല്ലാം 3 മാസത്തെ റിസൾട്ടാണെന്ന് ഓർക്കണം. പിന്നെ അബ്ഡോമിനൽ സർക്കംഫറൻസ് ആണെങ്കിൽ 96 ഉണ്ടായിരുന്നു, 87ലേക്ക് കൊണ്ടുവരാം. അപ്പം വയറിന്റെ ചുറ്റളവും പാൻറ്റൊക്കെ മാറ്റണം, പുതിയത് മേടിക്കണം. അതാണ് ഇതിന്റെ നമ്മൾ വാർഡ്രോബ് മാറ്റേണ്ട വരും. നെക്സ്റ്റ് ഫാറ്റ് പെർസെൻറ്റേജ് നോക്കിയാൽ 29% ഉണ്ടായിരുന്നു ഫാറ്റ്. അത് കുറച്ച് 25%ലേക്ക് കുറയ്ക്കാൻ പറ്റി. ഐഡിയലി നമ്മൾ ഒരു 20ക്ക് താഴെയെങ്കിലും, ബെസ്റ്റ് 15ന് താഴെയാണ്, അറ്റ്ലീസ്റ്റ് 20ക്ക് താഴെ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ കറക്ഷൻസ് ആവശ്യമുണ്ട്.
ബോഡി ഏജ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ബോഡി ഏജ് ആണ്. 50 ഇയേഴ്സിൽ നിന്ന് അത് 44ലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മുടെ ഏജിന്റെ ക്ലോക്ക് ആണെങ്കിലും തിരിച്ച് ഒരു 6 ഇയേഴ്സ് പുറകോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ അത് ബോഡിയിൽ തന്നെ അത് ആളുടെ എനർജി ലെവലിലും എല്ലാം ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. അടുത്തത് ഒരു പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ആയിട്ടുള്ള ഒന്ന് പേഷ്യന്റിനെ എടുക്കാം. നമ്മളെപ്പോഴും കരുതും പ്രോസ്റ്റേറ്റും BPH അല്ലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗമാണോ എന്ന് എല്ലാവരും ചിന്തിക്കും. പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളും ജീവിതശൈലി രോഗമാണ്. ആക്ച്വലി ഇദ്ദേഹത്തിന് മറ്റ് മരുന്നുകളൊന്നും കഴിച്ചിരുന്ന ആളല്ല. പെട്ടെന്ന് ഒരു ദിവസം മൂത്ര തടസ്സം വന്നു, ഹോസ്പിറ്റലിൽ പോയി, ട്യൂബ് ഇട്ട് യൂറിൻ പാസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ട്യൂബ് മാറ്റി കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലോക്ക് വന്നു. ഇതിന്റെ ഇടയിൽ വീണ്ടും അതുകൊണ്ട് ട്യൂബ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രോസ്റ്റേറ്റ് ബയോപ്സിയും കഴിഞ്ഞ് യൂറിനറി ട്യൂബ് ഇട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേജിലാണ് അദ്ദേഹം വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് അത് ബയോപ്സിക്കകത്താണെങ്കിലും അദ്ദേഹത്തിന് ക്യാൻസറിന്റെ സംശയമുണ്ട്. അതുപോലെ PSA ഹൈ ആണ്, PSA കൂടുതലാണ്, 30 ഉണ്ട്. അതുപോലെ ഈ ബയോപ്സിയിലും ക്യാൻസറസ് ചേഞ്ചസ് ഉണ്ട്. ആ ഒരു സ്റ്റേജിലാണ് വരുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിലേക്ക് ചെക്ക് ചെയ്തപ്പം അദ്ദേഹത്തിന് ഡയബറ്റീസിന്റെ തുടക്കമുണ്ട്. പ്രീ ഡയബറ്റീസ് അല്ല, ഡയബറ്റീസിന്റെ ഏർലി സ്റ്റേജ് ഉണ്ട്. അതുപോലെ ഫാറ്റി ലിവർ ഉണ്ട്. അതുപോലെ GFR കിഡ്നി പ്രോബ്ലംസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. GFR 69ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനോട് ഫർദർ പ്രോസ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ട് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അത് ഒഴിവാക്കാനുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം വരുന്നത്. ബേസിക്കലി നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം കുറച്ച് ആന്റിബയോട്ടിക്സ് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ തിന്ന് ഒരു ആഴ്ചയോടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ട്യൂബ് മാറ്റാൻ പറ്റി. പിന്നെ അതിനുശേഷം യാതൊരു ഡിസ്കംഫർട്ടും വന്നിട്ടില്ല, യൂറിനറി പ്രോബ്ലംസേ വന്നിട്ടില്ല. 15th ഡേ ആയപ്പോഴേക്കും എല്ലാ സിംറ്റമാറ്റിക്കലി അദ്ദേഹം ഫ്രീ ആയി എന്നുള്ളതാണ്. HbA1c മരുന്നൊന്നുള്ള ആളായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ടെസ്റ്റുകളിലാണെങ്കിൽ HbA1c 6.8 ഉണ്ടായിരുന്നു. അത് ഡേ 90 ആയപ്പോഴേക്കും അത് മരുന്നില്ല. ഡേ 30 ആയപ്പോൾ തന്നെ 5.7ലേക്ക്, 90 വരെ ഒന്നും നിൽക്കേണ്ട വന്നില്ല. ഡേ 30 ആയപ്പോഴേക്കും HbA1c 5.7ലെത്തി. GFR 89 ഉണ്ടായിരുന്നത് 82ലേക്ക് 15th ഡേ ആയപ്പോഴേക്കും തന്നെ വന്നു. പിന്നെ ഡേ 90 ആയപ്പോഴേക്കും അത് 88ലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ചിലരുടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ GFR കൂടും, പക്ഷെ ഇദ്ദേഹത്തിന്റെ കുറച്ചൊരു സ്ലോ ആയിട്ടാണ് GFR കംപ്ലീറ്റ് നോർമലിലേക്ക് വന്നിട്ടില്ല. മൈക്രോ ആൽബുമിനും പോസിറ്റീവ് ആയിരുന്നു. അത് 2 വീക്സ് ആയപ്പോൾ തന്നെ കറക്റ്റായി. അങ്ങനെ പിന്നെ പല വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു, അതെല്ലാം കറക്റ്റായി. അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ CRP അങ്ങനെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് പലതും കൂടുതലുണ്ടായിരുന്നു. അതൊക്കെ വിതിൻ 30 ഡേയ്സ് ഒക്കെ ആയപ്പോഴേക്കും കുറഞ്ഞു വന്നു. ഇതിൽ കുറയാനായിട്ട് താമസം വന്നത് PSA ആണ്. PSA കുറഞ്ഞ് നോർമൽ ആകാനായിട്ട് 150 ഡേയ്സ് ആയപ്പോഴേക്കുമാണ് കുറഞ്ഞുള്ളൂ. അപ്പൊ ആദ്യം 30 ഉണ്ടായിരുന്നു, ഒരാഴ്ച ആയപ്പോഴേക്കും 13 ആയി, നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ 12 ആയി. അങ്ങനെ കുറഞ്ഞു വന്ന് 150 ആയപ്പോഴേക്കും നോർമലായി. 180ക്ക് വന്നപ്പോഴും നോർമലായി, സ്റ്റേബിൾ ആയിട്ട്. അപ്പൊ അതിന്റെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ റിസ്ക് മാറി എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ അൾട്രാസൗണ്ട് സ്കാനിൽ എന്ത് ചേഞ്ച് ആണോ വന്നത്. അപ്പൊ അദ്ദേഹത്തിന് യൂറിനറി ബ്ലോക്കും റിട്ടൻഷനും ഒക്കെ ആയിട്ടാണല്ലോ വന്നത്. അപ്പൊ അന്ന് നോക്കുമ്പോൾ grade 1 ഫാറ്റി ലിവറും ഉണ്ട്, പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റും ഉണ്ട്. 90 ഡേയ്സ് ആകുമ്പോഴേക്കും ലിവറും നോർമലായി, പ്രോസ്റ്റേറ്റും നോർമലായി. PSA മാത്രമാണ് കുറച്ചും കൂടെ താമസിച്ച് 150 ഡേയ്സ് വരെ വേണ്ടി വന്നത്. അപ്പം ബേസിക്കലി ഇതാണ് നമ്മൾ ഇതൊക്കെ ജീവിതശൈലി രോഗത്തിലാണ് വരുന്നത്. നമ്മൾ കറക്റ്റ് ഡയറക്ഷനോടുകൂടി ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ നമുക്ക് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മരുന്നോ ഓപ്പറേഷനോ ഒന്നും ഇല്ലാതെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ബോഡിയുടെ പവർ. അതിന് റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ് ബോഡിക്ക്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്മൾ ഓവറോൾ ഒന്ന് നോക്കുവാണെങ്കിൽ PSA തുടങ്ങുമ്പം 30 ഉണ്ടായിരുന്നു, അത് 3.6ലേക്ക് കുറഞ്ഞു. യൂറിനറി റിട്ടൻഷൻ ഉണ്ടായിരുന്നു, യൂറിനറി ട്യൂബ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മരുന്നും ഇല്ല, ട്യൂബും ഇല്ലാതെ യൂറിൻ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഫാറ്റി ലിവർ മാറി. കിഡ്നി GFR 69ൽ നിന്ന് 88ലേക്ക് വന്നു. HbA1c 6.8ൽ നിന്ന് 5.7 എത്തി. ബോഡി വെയിറ്റ് 68 ഉണ്ടായിരുന്നത് ശരിക്കും 55ലേക്ക് കുറഞ്ഞു, 13 കിലോ കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 28 ഉണ്ടായിരുന്ന 14ലേക്ക് കുറഞ്ഞു. അപ്പം ഈ ക്യാൻസറും കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വെയിറ്റിന്റെ കറക്ഷനും കൂടെ ചെയ്യണമെന്ന് പറയാൻ കാരണം ആവശ്യമുള്ളത്. ക്യാൻസർ പേഷ്യൻസിനാണ് നമ്മൾ മോർ മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ ബോഡി ഏജ് 57 ഉണ്ടായിരുന്ന, ആക്ച്വലി അദ്ദേഹത്തിന്റെ ഏജും ഏകദേശം മാച്ചിങ് ആയിരുന്നു. 58 ഉണ്ടായിരുന്നു, ഇത്ര ഓവർ വെയിറ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് 57 ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് എൻഡ് ഓഫ് ദ ട്രീറ്റ്മെന്റ് വരുമ്പോഴേക്കും നമ്മൾ 90 ഡേയ്സ് എത്തിയപ്പോഴേക്കും 37ലേക്ക്, അത് മച്ച് യങ്ങർ, ഉള്ള സെൽഫിനേക്കാളും മച്ച് യങ്ങർ ആയിട്ടുള്ള ബോഡി ഏജിലേക്ക് വരാൻ പറ്റി എന്നുള്ളതാണ്. ഇനി നമുക്കൊരു ഹാർട്ട് പേഷ്യന്റിന്റെ കാര്യം നോക്കാം. ഇപ്പൊ ഇതൊരു ലേഡിയാണ്,
157 സെന്റിമീറ്റർ ഹൈറ്റ്, 60 കിലോ ആണ് വെയിറ്റ്. അവർക്ക് 66 വയസ്സാണ്. അവർക്ക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അതായത് ഈ വാൽവിന് പ്രശ്നം വരുന്ന റുമാറ്റിസത്തിന്റെ ഈ പനിയും ഒക്കെ വന്നിട്ട് വരുന്ന ഒരു ഹാർട്ട് പ്രോബ്ലം ഉണ്ടല്ലോ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അതിന്റെ ഇതായിട്ട് മൈട്രൽ വാൽവിന് പ്രോബ്ലം ഉണ്ട്. അതുകൂടാതെ കൊറോണറി ആർട്ടറി, നമ്മുടെ രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് വന്നിട്ട് അവർക്ക് പ്രശ്നമായതുകൊണ്ട് അവരോട് ആൻജിയോഗ്രാം ചെയ്ത് സ്റ്റെന്റ് ഇടേണ്ട വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പ്രഷറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. അതിനായിട്ട് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നത്, 10 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നത്. പിന്നെ കിഡ്നി ഫംഗ്ഷനും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ സിംറ്റമാറ്റിക്കലി ഇവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം അവർക്ക് മൊത്തത്തിൽ വേദനയാണ്. കുറച്ച് നടക്കുമ്പോൾ തന്നെ കിതപ്പ് വരുന്നു, വേദനയുണ്ട്. അപ്പൊ ഇത് ഹാർട്ടിന്റെ ആണോ ആർത്രൈറ്റിസിന്റെ ആണോ? അപ്പൊ ആർത്രൈറ്റിസ് പ്രോബ്ലംസ് ആണ് പിന്നെ മേജർ ആയിട്ട് നിൽക്കുന്നത്. എല്ലാ ജോയിന്റ്സിനും വേദനയാണെന്നാണ് പറയുന്നത്. ബാക്ക് നെക്കിനുണ്ട്, ലോ ബാക്ക് ഉണ്ട്, ഹാൻഡ് ഉണ്ട്, അവിടെ പല ജോയിന്റ്സിനും സ്വെല്ലിംഗ് ഉണ്ട്, ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. തലവേദനയുണ്ട്, എപ്പോഴും ക്ഷീണമാണ്. അപ്പം വീട്ടിലെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റുന്നില്ല. ഇതാണ് അവരുടെ പ്രശ്നങ്ങൾ. പലതരം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ആസ്പിരിൻ ഉണ്ട്, ടോസ്റ്റാറ്റിൻ ഉണ്ട്, ബിസോപ്രിലോൾ, ടെസ്മിസാട്ടാൻ, BP ക്ക് വേണ്ടിയിട്ടുള്ള പലതരം മരുന്നുകളുണ്ട്. പിന്നെ പലതരം വൈറ്റമിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഈ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി പലതും എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ ടയർഡ്നെസ് ഉണ്ട്. അപ്പം മേജർ സിംറ്റമാറ്റിക്കലി ഈ ജോയിന്റ് പെയിനും ഇതാണ്, ശ്വാസം മുട്ടലും, സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേക്കും ശ്വാസം. അപ്പൊ ഹാർട്ടിന്റെയും ജോയിന്റിന്റെയും ആണ് മേജർ പ്രോബ്ലംസ് ആയിട്ടുള്ളത്. അപ്പം ഇവർക്ക് നമ്മൾ ഈ സപ്പോർട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നോക്കിയാൽ ഒരു 8th ഡേ ആയപ്പോഴേക്കും അവർ പറയുന്നത് അവർക്കൊരു 60% ആശ്വാസമായി എല്ലാ പ്രശ്നങ്ങൾക്കും എന്നാണ്. ഒരു 60 ഡേയ്സ് വന്നപ്പോഴേക്കും അവർ ചോദിച്ചു, എനിക്കെല്ലാം ഓക്കെ ഡോക്ടർ, ഇനി ഞാൻ ഇതൊക്കെ നോക്കണം, ഞാൻ തന്നെ മാനേജ് ചെയ്തോട്ടെ എന്ന്. അത്ര ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് വന്നെന്നുള്ളതാണ്. പക്ഷെ ഇത്തരം പേഷ്യൻസ് ഓൾറെഡി റുമാറ്റിസത്തിന്റെ ഉണ്ട്, വാൽവ് പ്രശ്നങ്ങളുണ്ട്, ഹാർട്ടിന്റെ ഒന്നും 60 ദിവസം കൊണ്ട് എല്ലാം ഒന്നും കറക്റ്റ് ആവില്ല. സിംറ്റമാറ്റിക് റിലീഫ് അത്ര ഫാസ്റ്റ് ആണെങ്കിലും അവർക്ക് വീണ്ടും നമ്മൾ നോക്കുകയും സപ്പോർട്ട് എടുക്കുകയും ഒക്കെ ചെയ്യണം. കാരണം ബോഡി റിപ്പയർ ചെയ്യാൻ വീണ്ടും സമയമെടുക്കും. നമ്മുടെ രക്തക്കൊഴലുകളൊക്കെ ഒന്ന് റിപ്പയർ ആകുന്നതിൻ്റെയാണ്, അതായത് ഈ ബ്ലോക്ക് ഒക്കെ ഒന്ന് കുറഞ്ഞ് ഇത് വരുന്നതിൻ്റെയാണ്. അത് ഫാസ്റ്റായിട്ട് ഒരു പരിധി വരെ നടക്കും. അതുകൊണ്ടാണ് ഇത്ര ആശ്വാസം തോന്നുന്നത്. പക്ഷെ ആശ്വാസം തോന്നിയെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് നിർത്താനും പാടില്ല. കാരണം മരുന്നുകളൊക്കെ കഴിച്ചിരുന്ന, വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ അവരുടെ റിസൾട്ടിന്റെ അൾട്രാസൗണ്ട് സ്കാനിൽ വന്നേ, അപ്പൊ ഫാറ്റി ലിവറും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ലിവർ 90 ഡേയ്സ് ആയപ്പോഴേക്കും, 60 ഡേയ്സ് ആയപ്പോൾ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഒരു 90 ഡേയ്സിലും വന്നു. അപ്പൊ ഫാറ്റി ലിവറൊക്കെ കുറഞ്ഞു. അതുപോലെ ഈ രക്തക്കൊഴലുകളിലൊക്കെ ബ്ലോക്കിന്റെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു CIMT എന്നും പറഞ്ഞ് നമ്മൾ ബ്രെയിനിലേക്കുള്ള ഒരു മേജർ ആർട്ടറി ഉണ്ട് ഇവിടെ, അതിന്റെ സർക്കുലേഷനും അതിന്റെ തിക്നെസ് നോക്കും. അതിൽ അവിടെ എന്തോ ഒരു കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെന്ന് നോക്കും. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നതൊക്കെ അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് മാറിയിട്ടില്ല. 90 ഡേയ്സ് ആയപ്പോഴേക്കും അതും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ അവരുടെ ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതാണല്ലോ ഒരു ജീവിതശൈലി കറക്റ്റ് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ എന്തുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ ആ 90 ഡേയ്സിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയാൽ അവരുടെ മേജർ പ്രോബ്ലംസ് സിംറ്റമാറ്റിക്കലി ജോയിന്റ് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഡിഫിക്കൽറ്റിയൊക്കെ ആഫ്റ്റർ 90 ഡേയ്സ് ആയപ്പോഴേക്കും അവർക്ക് ആഫ്റ്റർ 60ക്ക് തന്നെ അവർക്ക് പെയിനൊന്നും ഇല്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്, കിതപ്പില്ലാതെ തന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് ഡിസ്കംഫർട്ട് ഇല്ല, അതൊക്കെ കംപ്ലീറ്റ് മാറി. പിന്നെ BP-യുടെ മരുന്നിലായിരുന്നു, മരുന്നില്ലാതെ തന്നെ BP നോർമലാണ്. സ്റ്റാറ്റിൻ കഴിച്ചുകൊണ്ടിരുന്നതാ, കൊളസ്ട്രോളിന് മരുന്നൊന്നും ഇല്ലാതെ തന്നെ കൊളസ്ട്രോൾ നോർമലാണ്. ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, അത് നോർമലായി. കിഡ്നി ഫംഗ്ഷൻ GFR 77 ഉണ്ടായിരുന്നുള്ളൂ, അത് 93ലേക്ക് കൂടി. അപ്പം അതായത് നോർമലായി, കിഡ്നി ഒരു നോർമലിലേക്ക് എത്തി. വെയിറ്റ് 60 kg ഉണ്ടായിരുന്നത് 54ലേക്ക് കുറയ്ക്കാൻ പറ്റി, 6 കിലോ കുറയ്ക്കാൻ പറ്റി. പിന്നെ ഫാറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ 38 ഉണ്ടായിരുന്നത് 36ലേക്ക് കൊണ്ടുവരാൻ പറ്റി, കുറച്ച് കുറഞ്ഞു. ലേഡീസിന് ഈ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഫാറ്റ് കുറയാനായിട്ട്, എന്നാലും സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ വന്നു. ബോഡി ഏജ് അവർക്ക് 68 ഉണ്ടായിരുന്നതാണ്. അവരുടെ റിയൽ ഏജ് ശരിക്കും 66 ആണ്. ബോഡി ഏജ് 68 ആയിരുന്നു. അത് നമുക്ക് 63ലേക്ക് കൊണ്ടുവരാൻ, അപ്പൊ അത് ഒറിജിനലി റിയൽ കലണ്ടർ ഏജിനേക്കാളും കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നതാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ഓവറോൾ ആ പേഷ്യന്റ് ഒരു ഹെൽത്ത് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ മരുന്ന് എടുത്തുകൊണ്ടിരുന്ന ആ മരുന്ന് ഓരോ ദിവസം എടുക്കുക, അതിന്റെ ഇഫക്റ്റ് തീരുന്നോടും വരെ അതിന് ഇഫക്റ്റ് ഉള്ളൂ. ജീവിതശൈലി കറക്റ്റ് ചെയ്ത് നമ്മൾ ഓവറോൾ ബോഡിയാണ് കറക്റ്റ് ആകുന്നത്. അടുത്ത പേഷ്യന്റ് ജീവിതശൈലി രോഗങ്ങളിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു മേജർ ആയിട്ടുള്ള പ്രശ്നം അദ്ദേഹത്തിന് വെരിക്കോസ് വെയിൻ ആണ്. അദ്ദേഹത്തിന് ഒബേസിറ്റി ഉണ്ട്, പക്ഷെ വെരിക്കോസ് വെയിനിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 45 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്യുന്നുണ്ട്.
ഈവൻ അദ്ദേഹത്തിന് വെരിക്കോസ് വെയിൻ മാത്രമല്ല, അതിന്റെ കൂടെ വരാറുള്ള വെരിക്കോസ് സീൽ, അതായത് ഈ വൃഷ്ണത്തിൽ ഈ ഞരമ്പ് തടിച്ചു വരുന്ന രോഗം കൂടെ ഉണ്ട്. അവിടെയും ഇടയ്ക്ക് ബ്ലഡ് വന്ന് അവിടെ നിന്നും ബ്ലീഡ് ചെയ്ത് ഇടയ്ക്ക് ബ്ലഡ് കാണാറുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും അങ്ങനെ പറയാറുള്ള പേഷ്യൻസ് വളരെ റെയറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അത്ര സിവിയർ ആയിട്ട് ഈ രക്തക്കുഴൽ വെയിൻസ്, അതായത് നമ്മുടെ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന വെയിൻസിന് അത്രയധികം ഡാമേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ക്രോട്ടത്തിൽ പോലും, അതായത് ഈ വൃഷ്ണത്തിൽ നിന്ന് പോലും ബ്ലഡ് വരുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. പിന്നെ പൈൽസും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പൈൽസിന്റെ ബ്ലീഡിങ് വരും. ഇതെല്ലാം ഒരു മൂന്നും ഒരേ ഗ്രൂപ്പിൽ വരുന്ന രോഗമാണ് ശരിക്കും. പിന്നെ കാലിൽ ഈ വെരിക്കോസ് വെയിൻ കാരണം സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷനും, അതായത് കറുപ്പ് നിറമുണ്ട്, ചില ഭാഗം വെളുപ്പ് നിറമുണ്ട്, നീരുണ്ട്. അതാണ് വെരിക്കോസ് വെയിൻ പേഷ്യൻസിന്റെ അറിയാൻ, ചില ഇങ്ങനെ പൊട്ടലുകൾ ഉണ്ടാവും, കുറച്ച് കട്ടിപ്പുണ്ടാവും, പൊട്ടലുണ്ടാവും, കറുപ്പ് നിറം ഉണ്ടാവും, ചില ഭാഗം വെളുത്തിരിക്കും. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ് കാലിൽ സംബന്ധിച്ച്, ഈ വെരിക്കോസ് വെയിനും ഇതൊക്കെ സംബന്ധിച്ച്. കൂടാതെ അലർജി ഉണ്ട്, അദ്ദേഹത്തിന് ഗ്യാസ്ട്രിക് പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോസിയ, വോമിറ്റിംഗ് സെൻസേഷൻ ആണ്. അതുപോലെ യാത്ര ചെയ്യുമ്പോഴും ഛർദ്ദിക്കാൻ വരിക എന്നാണ് പറയുന്നത്. അതുപോലെ ലിവറിലുണ്ട്, സിറോസിസ് ഉണ്ട്, ലിവർ ഫംഗ്ഷൻ ഹൈ ആണ്, ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ഉണ്ട്, GFR കുറവാണ്, ആൽബുമിനൂറിയ ഉണ്ട്. അപ്പം ഡയബറ്റിക് അല്ല ഇദ്ദേഹം, എന്നിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ പ്രോസ്റ്റേറ്റിനും പ്രോബ്ലം ഉണ്ട്, ഗ്രേഡ് 4 ഹൈപ്പോട്ടീസിയ, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പം ഇദ്ദേഹത്തിന്റെ നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കഴിഞ്ഞ സിംറ്റമാറ്റിക് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു 2 വീക്സ് ആയപ്പോഴേ അദ്ദേഹം പറയുന്ന എല്ലാത്തിനും ഏകദേശം ഒരു 40 to 50% ആൾക്ക് എല്ലാത്തിനും ആശ്വാസമായി. ഡേ 30 ആയപ്പോഴേക്കും ഈ കാലിലെ ഡിസ്കളറേഷനും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഒഴിച്ചൊരു 60% എല്ലാത്തിലും ഇതായി. 60 അല്ല, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും 80 to 90% ഇതായി. ഇതായത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതുപോലെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നൽ, അതൊക്കെ മാറി. കാലിലെ നീരൊക്കെ കുറഞ്ഞു, ഒരു തലകറക്കം പോലെ വരുമായിരുന്നു, അതെല്ലാം മാറി. ഇനി ആകെ മാറാനായിട്ട് നിൽക്കുന്നത് ഈ കാലിന്റെ കളർ ചേഞ്ച് ആണ്. പിന്നെ ഈ വെരിക്കോസ് വെയിൻസിന്റെ തടിപ്പ് പെട്ടെന്ന് മാറുകയില്ല, അത് പതുക്കെ പതുക്കെ നമ്മുടെ വെയിറ്റും ഒക്കെ കുറയുന്നതനുസരിച്ച് കാലിലെ ഈ രക്തക്കൊഴലുകളിലെ പ്രഷർ കുറഞ്ഞു വരുന്നതനുസരിച്ച് അത് പതുക്കെ പതുക്കെ ചുരുങ്ങി വരത്തേ ഉള്ളൂ. അത് ടൈം എടുക്കും. അതുപോലെ ഈ കളർ ചേഞ്ചിന് ടൈം എടുക്കും. അപ്പൊ അതാണ് ഓൾമോസ്റ്റ്. പക്ഷെ 90 days ആയപ്പോഴേക്കും ഈ കളർ ചേഞ്ചും ഈ ഞരമ്പ് തടിച്ചു കിടക്കുന്നതെന്ന് ഒഴിച്ച് ബാക്കി ഒരു സിംറ്റംസും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ബ്ലഡ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ലെവൽ, ഡയബറ്റിക് അല്ലെങ്കിലും അദ്ദേഹത്തിന് ഇൻസുലിൻ ലെവൽ വെരി ഹൈ ആയിരുന്നു. അത് 27 ഉണ്ടായിരുന്നു. 8 ദിവസം ആയപ്പോഴേ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുത്തും. അത് 11 കുറഞ്ഞെന്നുള്ള ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറി എന്നുള്ളതാണ്. പിന്നെ മറ്റേ ലിവർ എൻസൈംസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറഞ്ഞു വന്നു. നെക്സ്റ്റ് നമ്മൾ ഓവറോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ബെനിഫിറ്റ് വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മെയിൻ പ്രശ്നം ഈ വെരിക്കോസ് വെയിൻ സംബന്ധിച്ചുള്ള ബ്ലീഡിങ്ങും ഈ ചൊറിച്ചിലും അസ്വസ്ഥതകളും എല്ലായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി മാറി. ആകെ ഇനി മാറാനായിട്ടുള്ളത് ആ തടിപ്പ്, രക്തക്കൊഴലിൽ ഞരമ്പ് തടിച്ചു കിടക്കുന്നത് കംപ്ലീറ്റ് മാറിയിട്ടില്ല, ആ കളർ ചേഞ്ച് മാത്രം കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളൂ. നെക്സ്റ്റ് ഈ രാവിലെ ഉണ്ടാകുന്ന ഛർദ്ദിക്കാൻ വരുന്ന വയറിന്റെ അസ്വസ്ഥതകളെല്ലാം കംപ്ലീറ്റ്ലി മാറി. SGPT SGOT ഒക്കെ ഒരു 2 ആഴ്ച ആയപ്പോഴേക്കും തന്നെ അത് നോർമലായി. ഫാറ്റി ലിവറും അതുപോലെ സിറോസിന്റെ ഉണ്ടായിരുന്നു. ഫാറ്റി ലിവർ നെക്സ്റ്റ് 30 days ആയപ്പോഴേക്കും മാറി. പക്ഷെ സിറോസിസ് സ്റ്റേജസ് കംപ്ലീറ്റ് മാറിയില്ല, അത് മോർ ടൈം എടുക്കും. പിന്നെ കിഡ്നി ഫെയിലിന്റെ കാര്യത്തിലാണെങ്കിൽ GFR 66 എന്നുള്ളത് 91 കൂടി. കിഡ്നി ഫംഗ്ഷൻ അതാണ് നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ കിഡ്നി ഡിസീസ് കറക്റ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതേസമയത്ത് ലേറ്റ് ആയി GFR ഒക്കെ 30 or 40 ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കൂടുതൽ പാടാണ്. പിന്നെ ബോഡി ഫാറ്റ്, അത് ബോഡി വെയിറ്റ് 99 kg ഉണ്ടായിരുന്നു, അത് 79 കുറച്ച് 20 കിലോ കുറയ്ക്കാൻ പറ്റി. 3 months കൊണ്ട് 20 കിലോ കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ ബോഡി ഫാറ്റ് 32% ഉണ്ടായിരുന്നു, 22% കുറയ്ക്കാൻ പറ്റി. ബോഡി ഏജ് 71 years. ആക്ച്വലി അദ്ദേഹം 6 വയസ്സ് ആക്സലറേറ്റഡ്, 65 വയസ്സേ ഉള്ളൂ. 71 വയസ്സാണ് കാണിച്ചിരുന്നത്. അത് തിരിച്ച് നമുക്ക് 57 കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത്. നമ്മൾ ബോഡിയുടെ ആ ഏജിങ് ക്ലോക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത പേഷ്യന്റ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അദ്ദേഹത്തിന് 70 വയസ്സാണ്, ഹൈറ്റ് 167, വെയിറ്റ് 79 kg. അദ്ദേഹം ഒരു 10-20 തരം മരുന്നുകൾ ഡെയിലി കഴിക്കുകയാണ്. 70 വയസ്സാണ്. അപ്പൊ അത്രയധികം മരുന്നുകളാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പ്രഷറിന് തന്നെ 5 തരം ഗുളികകളുണ്ട്, 6 തരം ഗുളികകൾ പ്രഷറിന് തന്നെ കഴിക്കുന്നുണ്ട്. ആർത്രൈറ്റിസ് ഉണ്ട്, നീ റീപ്ലേസ്മെന്റ് വേണം, നടക്കാൻ ബുദ്ധിമുട്ടാണ്, മുട്ടിന് വേദനയാണ്, നീ റീപ്ലേസ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാലിന് നീരാണ്.
ഹാർട്ടിന് വേണ്ടിയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ANA പോസിറ്റീവ് ആയിരുന്നു, SLE ഉണ്ട്, ആർത്രൈറ്റിസും ഉണ്ട്. ഈ SLE എന്ന് പറയുമ്പോൾ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ്, അതിൻ്റെ ഭാഗമായിട്ട് ആർത്രൈറ്റിസും ഉണ്ട്. അതിനു വേണ്ടിയിട്ടും പലതരം മരുന്നുകളുണ്ട്. ഈ മെക്കോഫിനേറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉണ്ട്, HCQ എന്ന് പറയുന്ന പ്രെഡ്നിസോളോൺ, ഇതൊക്കെ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്നുകൾ. ഇതുകൂടാതെ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, സ്റ്റാംസിലോസിൻ, ഡ്യൂട്രാസ്റ്ററോയിഡ് എന്ന് പറഞ്ഞ 2 തരം മരുന്നുകൾ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം അലർജി ഉണ്ട്, ആസ്മ, ശ്വാസം മുട്ടലാണ് വേറൊരു ബുദ്ധിമുട്ട്, അതിന് വേണ്ടിയിട്ട് ഇൻഹെയിലർ ഉണ്ട്. പിന്നെ ലിവർ ഡിസീസും കിഡ്നി ഡിസീസും ഉണ്ട്, ലിവർ ഫംഗ്ഷനും ഫാറ്റി ലിവറും അതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് കിഡ്നിക്ക്. അപ്പം എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ അതിന്റെ ഭാഗമായിട്ടും ഉണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ഉണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തന്നെ അദ്ദേഹത്തിന്റെ ട്രൊപ്പോണിൻ, ബ്ലഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ ട്രൊപ്പോണിൻ വെരി ഹൈ ആണ്. ഈ ട്രൊപ്പോണിൻ എന്ന് പറയുന്നത് നമ്മൾ അറ്റാക്കിന്റെ ഒരു ലക്ഷണം കാണിക്കുന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് ഇതിനൊരു ക്രോണിക് ആയിട്ട് മസിൽ ഡാമേജ് വരും ഹാർട്ടിന്റെ, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ മയോപ്പതി എന്ന് പറയും. അപ്പൊ അതിന്റെ ഭാഗമായിരിക്കണം അദ്ദേഹത്തിന്റെ ഈ സാധാരണ നമ്മൾ ഹാർട്ട് അറ്റാക്കുകളുടെ ഭാഗമായിട്ട് വന്ന ട്രൊപ്പോണിൻ കറക്റ്റ് ചെയ്യാൻ ഫാസ്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യും. പക്ഷേ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹാർട്ട് ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്നത് വളരെ സ്ലോ ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും അതായിരുന്നു വന്നത്. ബേസിക്കലി നമ്മൾ ഇതിന്റെ റിലീഫ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്ലിനിക്കൽ സപ്പോർട്ട് ക്ലൈസിൽ ഇത്രയധികം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ്, ഇത്രയധികം രോഗങ്ങളും ഉണ്ട്, ഇത്രയും പ്രായമുണ്ട്, 70 വയസ്സുള്ള ആളാണ്, എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഈ ജോയിന്റ് പെയിനൊക്കെ അദ്ദേഹം 8th ഡേ വന്നപ്പോഴേക്കും അവർ പറയുന്നത് 30% കുറഞ്ഞു, 15ാമത്തെ ദിവസം വന്നപ്പോഴേക്കും 60% കുറഞ്ഞു, 30 ദിവസം ആയപ്പോഴേക്കും പറയുന്നത് 70% ഈ കാലിന്റെ മുട്ടിന്റെ വേദനയൊക്കെ മാറിയതാണ്. 90 days ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് പോയി ഡോക്ടർ, 90-95% എനിക്കിപ്പോൾ ഒന്നുമില്ല, പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, കൂടുതൽ നിൽക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ജോയിന്റ് പെയിനിന്റെ കാര്യത്തിൽ പറഞ്ഞത്. പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം, സ്റ്റെപ്പ് കയറാനും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ, ഇവൻ ആസ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെയിലി ഇൻഹേലർ എടുത്തുകൊണ്ടിരുന്നതാണ്. 8th ഡേ ആയപ്പോഴേക്കും പറയുന്നത് അദ്ദേഹത്തിന്റെ ഇൻഹേലർ നിർത്തി, അദ്ദേഹത്തിന് ശ്വാസത്തിന്റെ പ്രശ്നങ്ങളില്ല, സ്റ്റെപ്പൊന്നും കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ജോയിന്റ് സ്വെല്ലിംഗ് ആണെങ്കിലും കുറഞ്ഞു വന്ന് ഒരു 90 days ആയപ്പോഴേക്കും ഒട്ടുമില്ല. അതൊക്കെ ഒരു 30 days ആയപ്പോൾ തന്നെ 70% കുറഞ്ഞു എന്നാണ്, പെർസെൻറ്റേജ് വൈസാണ് നമ്മളെപ്പോഴും ഈ സിംറ്റംസിനെ കുറിച്ച് നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ അത്രയും ഒരു റിലീഫ് കിട്ടി. നടക്കാനുള്ള പ്രശ്നം ഒരു 90% 8th ഡേ തന്നെ മാറിയെന്നുള്ളതാണ്. അപ്പൊ അതായത് ബേസിക്കലി വേദന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ ഒരു ചട്ട് പോലെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു റിലീഫ് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അതാണ്, അത്ര ഫാസ്റ്റ് റിലീഫാണ് നമുക്കിതിനകത്ത് കിട്ടി. അതുപോലെ നമ്മൾ മെഡിസിൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 days ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ മെഡിസിൻസും നമ്മൾ കുറച്ചും കൂടെ നിർത്താൻ പറ്റി. ആകെ കുറച്ചും കൂടി സമയം എടുത്ത് നിർത്തിയത് പ്രഷർ കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടെ ടൈം വേണ്ടി വന്നു. അപ്പൊ അത് നമ്മൾ പ്രഷറിന്റെ നമ്മൾ കുറച്ച് 6 മണി മെഡിസിൻ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ 90 days ആയപ്പോഴേക്കും നിഫിഡിപ്പിൻ ഒരു 5, നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന 20 milligram കഴിച്ചുകൊണ്ടിരുന്നത് ഒരു 10 milligram 2 നേരമാക്കി. പിന്നെ അത് പതുക്കെ ആവശ്യമുള്ളപ്പോൾ എപ്പോഴെങ്കിലും BP കൂടിയാൽ മാത്രം ഒരു 5 or 10 milligram നിഫിഡിപ്പിൻ എടുക്കുന്ന ആ ഒരു മരുന്നിലേക്ക് മാത്രം ഷോർട്ടൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇത്രയും പ്രായമുള്ള, ഇത്രയും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പോലും, 70 വയസ്സുള്ള ഒരാൾക്ക്, ഇത്രയധികം മരുന്നുകൾ, ഇത്രയും രോഗങ്ങളും ഉള്ള ഒരാൾക്ക് പോലും കറക്റ്റായിട്ട് നോക്കിയാൽ നമുക്ക് മരുന്നുകളിൽ നിന്ന് മാറാനും പറ്റും, സിംറ്റമാറ്റിക് ഫ്രീ ആകാൻ പറ്റും. ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതിൽ അദ്ദേഹം ബുദ്ധിമുട്ടില്ലായിരുന്നു, പലതരം ബുദ്ധിമുട്ടുകളിലായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കാനിങ് നോക്കുമ്പോഴാണേലും അദ്ദേഹത്തിന്, ഇവൻ ഞാൻ തൈറോയിഡിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, സോ മെനി അസുഖങ്ങളാണ്. തൈറോയിഡിന്റെ കുറച്ച് നൊഡ്യൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിലാണേലും കുറവ് വന്നു, ഫാറ്റി ലിവർ മാറി, CIMT നമ്മൾ ഈ രക്തക്കുഴലുകളിലെ കൊഴുപ്പിന്റെ അളവ് നോക്കുന്നത് അതിൽ കുറവ് വന്നു. എല്ലാ സിംറ്റംസിലും നമ്മൾക്ക് അൾട്രാസൗണ്ടിലും അതിന്റെ തന്നെ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളൊരു ഓവറോൾ, ഇദ്ദേഹത്തിന്റെ ഓവറോൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മെയിൻ പ്രശ്നം ഒന്ന് ജോയിന്റ് പെയിനും ശ്വാസം മുട്ടലുമായിരുന്നു. അത് രണ്ടും ഇല്ല, മരുന്നുകളൊന്നും ഇല്ലാതെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ആയെന്നുള്ളതാണ്. ഹാർട്ടിന്റെ കാർഡിയാക് മാർക്കേഴ്സും നോർമലാണ്, മരുന്നൊന്നും ഇല്ല. ഈവൻ ബ്ലഡ് തിന്നേഴ്സ് പോലും, കാരണം ഒരു ഈ ബ്ലഡ് തിന്നേഴ്സ് ആണെങ്കിലും നമ്മൾ ട്രൊപ്പോണിനും കൂടെ നോർമൽ ആയി കഴിഞ്ഞിട്ട് മാത്രമേ ബ്ലഡ് തിന്നറും നിർത്തിയിട്ടുള്ളൂ. അപ്പൊ അതാണ്, ബ്ലഡ് തിന്നേഴ്സ് പോലും നമുക്ക് നിർത്താൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഒരു റീസണും ഇല്ല നമ്മൾ അതൊന്നും തുടരുന്നില്ല, കാരണം ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള പോസിബിലിറ്റി ഒന്നും തന്നെ വരുന്നില്ല.
ഈവൻ നമ്മൾ ബ്ലഡ് തിന്നർ നിർത്തുന്നതിന്റെ മുമ്പ് ANA-യും അതുപോലെ ഒരു APL, അതായത് ബ്ലഡ് ക്ലോട്ടിംഗ് പോസിബിലിറ്റി കൂട്ടുമോ എന്നുള്ള ചാൻസ് ഉള്ള ഒരു ടെസ്റ്റുകളുണ്ട്. അതും കൂടെ നോക്കി അതിലും ANA നെഗറ്റീവാണ്, APL നെഗറ്റീവാണ്, അതും കൂടെ നോക്കിയിട്ടാണ് ഇത് നിർത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റീചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ബ്ലഡ് തിന്നറൊക്കെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് നിർത്തിയാൽ നമ്മൾ വീണ്ടും ബ്ലഡ് തിന്നർ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബോഡിയിൽ ബോഡി സർക്കുലേഷൻ കറക്റ്റ് ആക്കിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തൈറോയ്ഡ് വെയിറ്റ് ആണെങ്കിലും 79 kg നമുക്ക് 61 കൊണ്ടുവരാൻ പറ്റി, 18 kg കുറവ് കൊണ്ടുവരാൻ പറ്റി. അതുപോലെ ബോഡി ഫാറ്റ് കുറഞ്ഞു, 13-19 എത്തി. ബോഡി ഏജ് ശരിക്കും 70 വയസ്സുള്ള ആൾക്ക് 52 കൊണ്ടുവരാൻ പറ്റി. അവിടെ നമ്മൾ ക്ലോക്ക്, ബോഡിയുടെ ഏജിങ് ക്ലോക്ക് തന്നെ റിവൈൻഡ് ചെയ്ത് പുറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. എല്ലാവർക്കും വേഗത്തിൽ മനസ്സിലാക്കാനായി കുറച്ച് രോഗികളുടെ അനുഭവം ചുരുക്കി പറഞ്ഞതാണ്. ഏതെങ്കിലും രോഗത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്ലേലിസ്റ്റിലെ കേസ് സ്റ്റഡി സീരീസ് നോക്കിയാൽ മതി. അതിൽ സാധാരണ കാണുന്ന ഒട്ടുമിക്ക ടൈപ്പ് രോഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക രോഗികൾക്കും ഒന്നിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതും അവയിൽ നിന്നെല്ലാം തന്നെ എങ്ങനെ ഒന്നിച്ച് സുഖം പ്രാപിക്കാനായി എന്നതും നിങ്ങളെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും. ഇതുപോലെ പല വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യം. മാത്രമല്ല, കാലങ്ങളായി അനുഭവിച്ചിരുന്ന വിഷമതകളിൽ നിന്നും കഴിച്ചിരുന്ന മരുന്നുകളിൽ നിന്നും ആവശ്യമായി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും മോചനം നേടാനും കഴിയുന്നു എന്നത് രോഗികൾക്ക് പുത്തൻ ഉണർവും പ്രതീക്ഷയും നൽകുന്നു. ചികിത്സയ്ക്കായി വരുന്നതിൽ ചിലർ വർഷങ്ങളായി മരുന്നുകളും പലതരം ഓപ്പറേഷനുകൾക്കും വിധേയരായിട്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാത്തവരാകും. മറ്റു ചിലർ ഓപ്പറേഷൻ, ഹൃദയത്തിനായി ആൻജിയോഗ്രാം, ബൈപ്പാസ് സർജറി, പേസ് മേക്കർ ഇംപ്ലാന്റ്, വാൽവ് റീപ്ലേസ്മെന്റ് തുടങ്ങിയവ വേണമെന്ന് പറഞ്ഞവർ. ആർത്രൈറ്റിസിനായി സന്ധി മാറ്റിവെക്കലും കീഹോൾ ഓപ്പറേഷനും ആവശ്യമായവർ. തൈറോയിഡ്, ഗർഭാശയ ശസ്ത്രക്രിയകൾ പറഞ്ഞു. വെരിക്കോസ് വെയിൻ, പൈൽസ്, ഹെർണിയ തുടങ്ങി പലതരം ഓപ്പറേഷനുകൾ വേണമെന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കാൻ ആഗ്രഹിച്ചായിരിക്കും വരുന്നത്. രോഗം കണ്ടുപിടിച്ച് ഉടൻ തന്നെ മരുന്ന് കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചികിത്സയ്ക്കായി എത്തുന്നവരുമുണ്ട്. രോഗം ഒന്നുമില്ലാതെ തന്നെ അമിതവണ്ണം കുറച്ച് ബോഡി ഷേപ്പാക്കി സൗന്ദര്യവും ആരോഗ്യവും തിരിച്ചു പിടിക്കാനായി വരുന്നവരുമുണ്ട്. തീരെ മെലിഞ്ഞിരിക്കുന്നവർ തൂക്കം കൂട്ടി ആരോഗ്യം വർദ്ധിപ്പിക്കാനായി വരുന്നു. ദമ്പതികൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യം ഉറപ്പാക്കാനായി പ്രഗ്നൻസി പ്ലാനിങ്ങിന്റെ ഭാഗമായി ജീവിതശൈലി ക്രമീകരിക്കാൻ സപ്പോർട്ടിനായി വരുന്നു. കൂടാതെ വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികളും എത്തുന്നു. കൂടാതെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം റെക്കറൻസ്, വീണ്ടും ക്യാൻസർ വരുന്നത് ഒഴിവാക്കാനായും ക്യാൻസർ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായി ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വന്നവർ വീണ്ടും വരുന്നത് ഒഴിവാക്കാനായും തുടങ്ങി പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരും ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരുമായ പല വിഭാഗത്തിൽപ്പെട്ടവർക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രയോജനം ലഭിക്കുന്നതായാണ് കാണുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ജീവിതശൈലി രോഗങ്ങളെ ചികിത്സിക്കാനുള്ള എളുപ്പമാർഗം ജീവിതശൈലി ക്രമീകരിക്കുക എന്നതാണ്. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. ഒരു വിത്ത്, ഉദാഹരണത്തിന് ഒരു നെന്മണി, എത്ര വേഗത്തിലാണ് മുളച്ചു പൊങ്ങുന്നത്. നിങ്ങൾ അതിന് വെള്ളം നൽകുകയും സൂര്യപ്രകാശം നൽകുകയും മണ്ണിനെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ എത്ര പെട്ടെന്നാണ് അത് വളരുന്നത്. ശരീരത്തിലും ഇതുപോലെ സ്റ്റെം സെൽസ്, വിത്ത് കോശങ്ങളുണ്ട്. നിങ്ങൾ അതിന് വേണ്ട ശരിയായ പോഷകങ്ങളും രക്തയോട്ടവും നൽകുകയാണെങ്കിൽ കേടായ കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങളെ ഉണ്ടാക്കി ശരീരത്തെ പുതുക്കിപ്പണിയാൻ ഈ സ്റ്റെം സെൽസിന്, വിത്ത് കോശങ്ങൾക്ക് കഴിയും. ശരീരത്തിന്റെ ഈ കഴിവിനെയാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നാം രോഗമുക്തിക്കായി ഉപയോഗിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് ഉപദേശങ്ങൾ തരികയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഡോക്ടർ, വ്യക്തി ആരായാലും അവരുടെ ശാസ്ത്രീയമായ അടിത്തറ, പഠനവും സ്പെഷ്യൽ ട്രെയിനിങ്ങുകളും, എവിടെയൊക്കെ ആയിരുന്നു പ്രവൃത്തി പരിചയം തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാകണം ഉപദേശങ്ങളും ചികിത്സയും സ്വീകരിക്കുന്നത്.
ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിപ്ലോമയും MDയും അതിനുശേഷം റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും പ്രത്യേക ട്രെയിനിങ്. 1993 ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. പിന്നീട് രാജിവെച്ച് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 1997 മുതൽ എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്റർ ഫോർ റിവേഴ്സിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൺസൾട്ടന്റ് ആയി പ്രാക്ടീസ് ചെയ്യുന്നു. റിവേഴ്സിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതായത് പ്രഷറും ഷുഗറും ഹൃദ്രോഗവും അലർജിയും ആർത്രൈറ്റിസും സോറിയാസിസും ക്യാൻസറും പോലുള്ള ജീവിതശൈലി രോഗങ്ങളെ ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മരുന്നുകളും ശസ്ത്രക്രിയകളും കഴിവതും ഒഴിവാക്കി തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത CSLC CAP ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോകോൾ എന്ന ജീവിതശൈലി ക്രമീകരണ രീതിയാണ് ഇതിൽ പിന്തുടരുന്നത്. ഒന്നല്ല, പലതരം ജീവിതശൈലി രോഗങ്ങൾക്കായി വർഷങ്ങളായി മരുന്ന് കഴിച്ചിരുന്നവർക്ക് പോലും ശാസ്ത്ര പിന്തുണയോടെ ജീവിതശൈലി ക്രമീകരിക്കാൻ തയ്യാറായാൽ പലതരം മരുന്നുകളിൽ നിന്നും പലതരം രോഗങ്ങളിൽ നിന്നും ഒരേ സമയം ചുരുങ്ങിയ കാലയളവിൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ മോചനം നേടാൻ സാധിക്കുന്നു എന്നാണ് എൻ്റെ ചികിത്സാനുഭവങ്ങൾ തെളിയിക്കുന്നത്. ഈ ചികിത്സാരീതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലൈഫ് കെയർ സെന്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഈ ചാനലിലെ മറ്റു വീഡിയോകളിലും ലഭ്യമാണ്. ജീവിതശൈലി രോഗങ്ങളുടെ യഥാർത്ഥ മരുന്ന് ജീവിതശൈലി ക്രമീകരണമാണ്, മരുന്നോ ഓപ്പറേഷനോ അല്ല എന്ന അറിവ് അവബോധം എല്ലാവരിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ജീവിതശൈലി തിരുത്തൽ ഒരു ശിക്ഷയല്ല, മറിച്ച് ഒരു പ്രായശ്ചിത്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നമ്മുടെ ശരീരത്തോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ വ്യക്തമായ അറിവോടെ തിരുത്താനുള്ള ഒരു ശ്രമം. അതൊരു നിയന്ത്രണമല്ല, അതൊരു ത്യാഗവുമല്ല, അതൊരു രീതിയാണ്. നിങ്ങളുടെ ശരീരത്തിന് ശരിയായ നിർദ്ദേശങ്ങൾ നൽകാനുള്ള ശാസ്ത്രീയവും ഘടനാപരവും ക്ലിനിക്കൽ നിരീക്ഷണത്തിലുള്ളതുമായ ഒരു രീതി. ജീവിതശൈലി തിരുത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ഡയറ്റ് ചാർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ തോന്നിയ പോലെ ചെയ്യുന്ന വ്യായാമ പദ്ധതിയെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. ദിവസേനയുള്ള ശീലങ്ങൾ, ബയോളജിക്കൽ റിതംസ്, ജൈവികമായ താളക്രമങ്ങൾ, സ്ലീപ്പ് വേക്ക് സൈക്കിൾസ്, ഉറക്ക ഉണർവ് ചക്രങ്ങൾ, ഭക്ഷണ രീതികൾ, സ്ട്രെസ് റെസ്പോൺസ്, സമ്മർദ്ദത്തോടുള്ള പ്രതികരണങ്ങൾ, ഇമോഷണൽ ട്രിഗേഴ്സ്, വൈകാരികമായ ട്രിഗറുകൾ, മെറ്റബോളിക് പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം പുനഃക്രമീകരിക്കുന്നതിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതശൈലി തിരുത്തൽ സാധ്യമാകുന്നത് മാത്രമല്ല അത് ശക്തവുമാകുന്നത്. ഒന്നല്ല, നമ്മൾ അനുഭവിക്കുന്ന പലതരം രോഗങ്ങളിൽ നിന്നും ഒരേ സമയം മുക്തി നേടാനുള്ള അവസരമൊരുക്കുന്നു. ജീവിതശൈലി തിരുത്താൻ ക്ലിനിക്കൽ ഗൈഡൻസ്, ക്ലിനിക്കൽ പിന്തുണയുടെ ആവശ്യം എന്താണ്? പലരും സ്വന്തമായി ജീവിതശൈലി മാറ്റാൻ ശ്രമിക്കും. ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും. പരാജയപ്പെടുന്നവരാണ് രോഗികളായി മാറുന്നത്. അവർ ശ്രമിക്കും, പക്ഷേ എനിക്ക് പറ്റില്ല എന്ന് സ്വയം വിധിയെഴുതും, രോഗികളായി തുടരും. മനുഷ്യ ശരീരം സങ്കീർണമാണ് എന്നതാണ് പ്രശ്നം. മരുന്നുകൾ സങ്കീർണത കൂട്ടും. മരുന്നുകൾ കഴിക്കുന്നവർക്ക് ജീവിതശൈലി തിരുത്തലിലൂടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നതനുസരിച്ച് മരുന്നുകൾ കുറയ്ക്കാൻ വേണ്ട ക്ലിനിക്കൽ ഗൈഡൻസ് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ രോഗവും ഓരോ ജീവിതശൈലി വ്യതിയാനവും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായി പെരുമാറുന്നു. വിവിധ ഘട്ടങ്ങളിൽ പഞ്ചസാരയുടെ അളവ് വ്യത്യസ്തമായി പെരുമാറുന്നു. ഇൻഫ്ലമേഷൻ അനുസരിച്ച് ഫാറ്റി ലിവർ വ്യത്യസ്തമായി പെരുമാറുന്നു. സമ്മർദ്ദം, ഉറക്കം, ഹോർമോൺ പാറ്റേണുകൾ എന്നിവയനുസരിച്ച് തൈറോയ്ഡ് വ്യത്യസ്തമായി പെരുമാറുന്നു. മെറ്റബോളിസം, ഗട്ട് ഹെൽത്ത്, കുടലിലെ ആരോഗ്യം അനുസരിച്ച് തൂക്കം വ്യത്യാസപ്പെടുന്നു. ശാസ്ത്രീയമായ വിലയിരുത്തലില്ലാതെ ആളുകൾ പലപ്പോഴും തെറ്റായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നു, എന്നിട്ട് പരാജയപ്പെട്ടതിന് സ്വയം പഴിക്കുന്നു. ജീവിതശൈലി തിരുത്തൽ എന്നാൽ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുക എന്നതാണ്, ശരിയായ മാർഗനിർദ്ദേശത്തോടെ. നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ ചെയ്യാൻ കഴിയുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചാണ്. ശരീരത്തെ അതിൻ്റെ സ്വാഭാവിക ക്ലോക്കുമായി യോജിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. തിരക്കുള്ള ജീവിതത്തിലും പ്രവർത്തിക്കുന്ന ഒരു ഘടനാപരമായ പ്ലാൻ നിങ്ങൾ നടപ്പാക്കുന്നതിനെ കുറിച്ചാണ്. രോഗാതുരമായ ശരീരം നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ സഹകരണം കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ്. ജീവിതശൈലി ക്രമീകരിക്കുമ്പോൾ ക്ലിനിക്കൽ പിന്തുണ ശാസ്ത്രീയമായ വ്യക്തത നൽകുന്നു, അത് സുരക്ഷ നൽകുന്നു. നിങ്ങളുടെ പുരോഗതി നിരീക്ഷിച്ച് പ്ലാൻ ക്രമീകരിക്കാൻ അത് ക്ലിനിക്കൽ ടീമിനെ അനുവദിക്കുന്നു. അതുവഴി നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കി ക്രമീകരണങ്ങൾ നടത്തുന്നു. ഏറ്റവും പ്രധാനമായി മരുന്നുകൾ കുറയ്ക്കാനോ അല്ലെങ്കിൽ നിർത്താനോ കഴിയുന്ന
സമയം തിരിച്ചറിയാൻ അത് സഹായിക്കുന്നു. അത് പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലല്ല, കർശനമായ മെഡിക്കൽ പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ ശരീരം നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ, ഷുഗർ സ്ഥിരമാകുമ്പോൾ, കരൾ സുഖം പ്രാപിക്കുമ്പോൾ, BP സാധാരണ നിലയിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശരീരത്തിന് അതേ അളവിലുള്ള മരുന്നുകൾ ആവശ്യമില്ലെന്ന്. അതാണ് മരുന്നുകൾ കുറയ്ക്കുന്നതിനുള്ള ശരിയായ ശാസ്ത്രീയമായ ഉത്തരവാദിത്തമുള്ള മാർഗം. അതെ, പലരും അത് നേടിയിട്ടുണ്ട്. മന്ത്രികത കൊണ്ടല്ല, കുറുക്കു വഴികൾ കൊണ്ടുമല്ല, മറിച്ച് അവരുടെ ശരീരത്തെ ശരിയായ രീതിയിൽ നയിച്ചുകൊണ്ട്. കുടുംബങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ഒരു വിട്ടുമാറാത്ത രോഗമുള്ള വ്യക്തി ഒരു കുമിളയ്ക്കുള്ളിൽ തനിച്ചല്ല ജീവിക്കുന്നത്. അവരുടെ ഭക്ഷണം, ചുറ്റുപാട് കുടുംബത്തിന്റെ ചുറ്റുപാടാണ്. അവരുടെ വൈകാരിക ലോകവും കുടുംബവും ജോലിസ്ഥലവുമാണ്. അവരുടെ പുരോഗതിയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും ചുറ്റുമുള്ള പിന്തുണാ സംവിധാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. പലപ്പോഴും രോഗിക്ക് മാറ്റം വരുത്താൻ ആഗ്രഹമുണ്ടാകും. പക്ഷെ കുടുംബം അറിയാതെ അവരെ പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയോ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. അത്തരം കുടുംബങ്ങളിൽ രോഗിക്ക് ഒറ്റപ്പെടലും നിസ്സഹായനായും തോന്നാം. എന്നാൽ ജീവിതശൈലി തിരുത്തലാണ് രോഗശാന്തിയുടെ അടിസ്ഥാനം എന്ന് കുടുംബം മനസ്സിലാക്കുമ്പോൾ എല്ലാം എളുപ്പമാകും. അടുക്കള മാറും, ഭക്ഷണ സമയങ്ങൾ മാറും, ഉറക്ക പാറ്റേണുകൾ മെച്ചപ്പെടും, ആശയവിനിമയം വ്യക്തമാകും. രോഗി മാത്രമല്ല, മുഴുവൻ കുടുംബവും ആരോഗ്യവാന്മാരാകും. അവബോധമാണ് ആദ്യത്തെ മരുന്ന്. അവബോധം എന്നാൽ ഭയമല്ല, അവബോധം എന്നാൽ വ്യക്തതയാണ്. ഫാറ്റി ലിവർ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇൻസുലിൻ പ്രതിരോധം എങ്ങനെ നിശബ്ദമായി പുരോഗമിക്കുന്നു? വീക്കം എങ്ങനെ സന്ധിവേദന വർദ്ധിപ്പിക്കുന്നു? ക്യാൻസറിന് വഴിയൊരുക്കുന്നു? സമ്മർദ്ദം എങ്ങനെ ഹോർമോൺസ് അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു? മോശം ഉറക്കം എങ്ങനെ മാനസികാവസ്ഥ മുതൽ മെറ്റബോളിസത്തെ വരെ ബാധിക്കുന്നു? ഇതൊരിക്കൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങൾ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകൾ ചെയ്യാൻ തുടങ്ങും. ആരോഗ്യ സംരക്ഷണം കൂടുതൽ സങ്കീർണവും ഏകോപനവും കുറഞ്ഞതുമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ അവബോധമാണ് നിങ്ങളുടെ സംരക്ഷണം. അവബോധമില്ലെങ്കിൽ നല്ല ചികിത്സ പോലും ഫലിക്കാതാവും. അവബോധത്തോടെയുള്ള ലളിതമായ നടപടികൾ പോലും ശക്തി പകരും. മാറ്റത്തിനായുള്ള ആഗ്രഹം, മനസ്സ് തുറന്നിരിക്കുന്ന പുതുവത്സരത്തിന്റെ ഈ സമയം, ഈ യാത്ര ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്ത രൂപം സങ്കല്പിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ആലസ്യമില്ലാതെ ഉണരുന്നതിനെ സങ്കല്പിക്കുക. കിതപ്പില്ലാതെ കോണിപ്പിടികൾ കയറുന്നതിനെ സങ്കല്പിക്കുക. ഇറുകിയ മാറ്റിവെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ സുഖകരമായി പാകമാകുന്നതിനെ സങ്കല്പിക്കുക. ഭയമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതിനെ സങ്കല്പിക്കുക. മരുന്നില്ലാതെ തന്നെ സ്ഥിരതയോടെ നിലനിൽക്കുന്ന ഷുഗർ, BP റീഡിങ്ങുകൾ സങ്കല്പിക്കുക. സുഖം പ്രാപിക്കുന്ന കരളിനെ, കിഡ്നിയും ഹൃദയത്തെ സങ്കല്പിക്കുക. ശാന്തമായ മനസ്സിനെ സങ്കല്പിക്കുക. ഭാരം കുറഞ്ഞ ശരീരത്തെ സങ്കല്പിക്കുക. സ്വയം പരിചയപ്പെടുത്തുമ്പോൾ പ്രമേഹ രോഗിയെന്നോ BP രോഗിയെന്നോ തൈറോയ്ഡ് രോഗിയെന്നോ ഹൃദ്രോഗിയെന്നോ പറയാതെ എനിക്ക് സ്ഥിരമായ മരുന്ന് കഴിക്കേണ്ട അസുഖമൊന്നുമില്ല എന്നുറപ്പിച്ച് പറയാൻ കഴിയുന്നു സ്വന്തം ആരോഗ്യത്തിന്റെ ചുമതല ഏറ്റെടുത്ത ഒരു വ്യക്തിയായി സങ്കല്പിക്കുക. ഇതെല്ലാം സാധ്യമാണ്. ഇത് നൂറുകണക്കിന് ആയിരക്കണക്കിന് തവണ കണ്ടിട്ടുള്ളതുമാണ്. ഒരിക്കൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുമെന്ന് കരുതിയ രോഗികൾ ഇപ്പോൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നു. ക്ഷീണം സ്വാഭാവികമാണെന്ന് കരുതിയിരുന്ന രോഗികൾ ഇപ്പോൾ ഊർജ്ജസ്വലരായി ജീവിതം ആസ്വദിക്കുന്നു. ബൈപ്പാസ് ഓപ്പറേഷനും മുട്ടുമാറ്റത്തിനും ആവശ്യമായി വന്ന പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും അമിതവണ്ണവും ഉണ്ടായിരുന്ന രോഗി അമിതവണ്ണം കുറച്ച് ഓപ്പറേഷനുകൾ ഒഴിവാക്കി മരുന്നുകളില്ലാതെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമലാക്കി മൂന്നാറിലും കാശ്മീരിലും ടിബറ്റിലും ഒക്കെ ഹോളിഡേ ആസ്വദിക്കുന്നു. സങ്കീർണതകളെ ഭയപ്പെട്ടിരുന്ന രോഗികൾ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു. ഈ മാറ്റം യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ജീവിതശൈലിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. നമ്മൾ അംഗീകരിക്കേണ്ട മറ്റൊരു പ്രധാന സത്യം ഇതാണ്: ചികിത്സയ്ക്കും പരിമിതികളുണ്ട് എന്ന യാഥാർത്ഥ്യം. മരുന്നുകൾ ശക്തമാണ്, പക്ഷെ അവയ്ക്കും പരിമിതികളുണ്ട്, പാർശ്വഫലങ്ങളുമുണ്ട്. മരുന്നുകൾക്ക് BP നിയന്ത്രിക്കാൻ കഴിയും, ഗ്ലൂക്കോസ് കുറയ്ക്കാൻ കഴിയും, അസിഡിറ്റി പരിഹരിക്കാൻ കഴിയും, വേദന കുറയ്ക്കാൻ കഴിയും, തൈറോയിഡിനെ സഹായിക്കാൻ കഴിയും, ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കാൻ കഴിയും, അത്യാഹിതങ്ങളിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ആന്റിബയോട്ടിക്സ് അണുബാധകളിൽ നിന്ന് രക്ഷിക്കും. വാക്സിനേഷൻ അണുബാധകളെ പ്രതിരോധിക്കും. അവ അത്യാവശ്യമാണ്. പക്ഷെ മരുന്നുകൾക്ക് നിങ്ങളുടെ ജീവിതശൈലിയുടെ ദിശ മാറ്റാൻ കഴിയില്ല. അവ ടെസ്റ്റ് റിപ്പോർട്ടുകൾ തിരുത്താൻ സഹായിക്കുന്നു. അവ ദിവസേന വേണ്ട പോഷകങ്ങൾക്കും വ്യായാമത്തിനും ഉറക്കത്തിനും പകരമാകുന്നില്ല.
ശരീരത്തെ റിപ്പയർ ചെയ്യുന്നില്ല. ഓർമ്മിക്കുക, മരുന്നുകൾ നിലവിലെ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ സഹായിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതശൈലിയാണ് നിങ്ങളുടെ ഭാവി ആരോഗ്യത്തിന്റെ ഗതി തീരുമാനിക്കുന്നത്. മരുന്നുകൾ ശത്രുവല്ല, അവ പിന്തുണയാണ്. ശരീരം ബുദ്ധിമുട്ടുമ്പോൾ സ്ഥിരത നിലനിർത്താൻ അവ സഹായിക്കുന്നു. ഇനി മരുന്നുകളെക്കുറിച്ചുള്ള ആശങ്കകളെക്കുറിച്ച് സംസാരിക്കാം. മരുന്നുകളുടെ പാർശ്വഫലങ്ങളെ ഭയപ്പെടുന്നു എങ്കിലും മരുന്നുകൾ കുറയ്ക്കുന്നത് സുരക്ഷിതമല്ലെന്ന് പലരും ഭയപ്പെടുന്നു. മറ്റു ചിലർ മരുന്നുകൾ നിർത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചോദിക്കാൻ ഭയപ്പെടുന്നു. എല്ലാ വ്യക്തികളും കുടുംബങ്ങളും ഇത് മനസ്സിലാക്കണം. പെട്ടെന്ന് മരുന്നുകൾ നിർത്തുക എന്നത് ശരിയല്ല, അശാസ്ത്രീയമാണ്. എന്നാൽ ജീവിതശൈലി ക്രമീകരിക്കുമ്പോൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ താനെ കുറഞ്ഞു വരുന്നത് പരിശോധനകളിലൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ലിനിക്കൽ പിന്തുണയോടെ വേണം മരുന്നുകൾ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്ന് നിർത്താൻ. നിർത്തിയാലും വീണ്ടും കൂടുന്നില്ല എന്നുറപ്പാക്കാനായി പരിശോധനകൾ തുടരണം. ഓരോ ശരീരവും വ്യത്യസ്തമാണ്. ഡോക്ടർ ക്ലിനിക്കൽ ടീം വിലയിരുത്തട്ടെ. ലാബ് ഡേറ്റ തീരുമാനങ്ങളെ നയിക്കട്ടെ. ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ മരുന്ന് കുറയ്ക്കുന്നത്, രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നത് ഒരു ആഘോഷമായി മാറുന്നു. ഈ പുതുവർഷം അങ്ങനെ ആരോഗ്യ പുരോഗതിയുടെ ആഘോഷകാലമായി മാറട്ടെ. ഈ വർഷം ഞാൻ രോഗത്തോട് പ്രതികരിക്കുകയല്ല, ഈ വർഷം ഞാൻ എൻ്റെ ശരീരത്തോട് പ്രതികരിക്കുകയാണ് എന്ന് പറയാൻ കഴിയണം. ആ ഒരൊറ്റ വാചകം എല്ലാം മാറ്റുന്നു. നാം പ്രതികരിക്കുമ്പോൾ നാം ശ്രദ്ധയോടെ മനഃപൂർവ്വമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. നമ്മുടെ ശരീരത്തോട് ബഹുമാനത്തോടെ പ്രതികരിക്കുന്നു. നാം രുചിയേക്കാൾ ഉപരി ശരീരത്തെ സംരക്ഷിക്കാൻ ഉതകുന്ന ഭക്ഷണം കഴിക്കുന്നു. ശരീരത്തിന്റെ വിശ്രമത്തിന്, ഉറക്കത്തിന് സമയം കണ്ടെത്തുന്നു. നാം ജീവിതത്തെ ബഹുമാനിക്കാൻ വേണ്ടി ചലിക്കുന്നു, വ്യായാമം ചെയ്യുന്നു. നാം നമ്മുടെ അളവുകൾ, തൂക്കവും വയറിന്റെ ചുറ്റളവും മനസ്സിലാക്കുന്നു. നാം കൃത്യസമയത്ത് ടെസ്റ്റുകൾ എടുക്കുന്നു. നാം ചോദ്യങ്ങൾ ചോദിക്കുന്നു. നാം വ്യക്തത തേടുന്നു. സങ്കീർണതകൾക്കായി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കും ക്യാൻസറും വരാനായി കാത്തു നിൽക്കാതെ നാം നേരത്തെ നടപടികൾ എടുക്കുന്നു. ഈ ചിന്താഗതി ജീവിതശൈലി തിരുത്തലിനെ വേഗത്തിലും സൗകര്യപ്രദവുമാക്കുന്നു. അതെ, സൗകര്യപ്രദം. നിങ്ങളോട് തന്നെ അതെ എന്ന് പറയേണ്ടതുണ്ട്. നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു യുദ്ധമല്ല, ഇതൊരു പങ്കാളിത്തമാണ്. നിങ്ങളും നിങ്ങളുടെ ശരീരവും തമ്മിലുള്ള പങ്കാളിത്തം. നിങ്ങൾ മെച്ചപ്പെട്ട ആരോഗ്യം അർഹിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു വഴിത്തിരിവിനായി ഈ പുതുവർഷം മാറട്ടെ. ശരാശരി ആരോഗ്യമല്ല, അതിജീവനത്തെ അടിസ്ഥാനമാക്കിയുള്ള ആരോഗ്യമല്ല, മറിച്ച് വളരുന്ന ആരോഗ്യം. നിങ്ങൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും കുട്ടികളോടൊപ്പം കളിക്കാനും കുടുംബത്തെ പരിചരിക്കാനും ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാനും ഭയമില്ലാതെ ജീവിക്കാനും അന്തസ്സോടെ പ്രായമാകാനും കഴിയുന്ന ആരോഗ്യം. കേൾക്കുന്ന എല്ലാവരോടും, നിങ്ങൾ രോഗിയായാലും കുടുംബാംഗമായാലും ഇത് ഓർക്കുക. ശരിയായ നടപടികൾ സ്വീകരിക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാൻ കഴിയുന്നതോ മെച്ചപ്പെടുത്താൻ കഴിയുന്നതോ ആണ്. അവ ജീവിതകാലത്തെ ശിക്ഷയല്ല. ശരീരത്തോട് ദിവസേന ചെയ്യുന്ന തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാം. പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും നമ്മുടെ അവയവങ്ങളെ, ഹൃദയത്തെയും കിഡ്നിയെയും ലിവറിനെയും കണ്ണിനെയും ഒക്കെ പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞല്ല, നശിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, കുറഞ്ഞത് നാശം തുടങ്ങുമ്പോൾ തന്നെയെങ്കിലും നിങ്ങൾ ദിവസേന സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന തെറ്റ് തിരുത്താൻ തയ്യാറായാൽ നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതിനായി കഴിക്കേണ്ടി വരുന്ന മരുന്നുകളിൽ നിന്നും ഓപ്പറേഷനുകളിൽ നിന്നും മോചനം നേടാനും ആരോഗ്യത്തോടെ ജീവിതം ആസ്വദിക്കാനും കഴിയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ശരീരത്തെ, അതിൻ്റെ ജീവശാസ്ത്രത്തെ ശരിയായി മനസ്സിലാക്കി നയിക്കുമ്പോൾ ശരീരം സുഖം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഈ പുതുവർഷത്തെ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ നിശബ്ദമായി ആവർത്തിക്കണം: ഞാൻ ദിവസവും മരുന്ന് കഴിക്കുന്നു. മരുന്ന് കഴിച്ചുകൊണ്ട് ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും ക്യാൻസറിനെയും വേദനകളെയും പ്രമേഹത്തിന്റെ സങ്കീർണതകളെയും ഒക്കെ പേടിച്ച് ജീവിക്കേണ്ട വെറും ഒരു രോഗിയല്ല, രോഗശാന്തിക്ക് കഴിവുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ നിഷ്ക്രിയനായി ജീവിക്കില്ല. എൻ്റെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഞാൻ എൻ്റെ ജീവിതശൈലി തിരുത്തും. എൻ്റെ ശരീരത്തെ ഞാൻ ബഹുമാനിക്കും. ആരോഗ്യകരമായ ഭാവിക്കായി ഞാൻ എൻ്റെ കുടുംബത്തെ നയിക്കും. പുതുവർഷം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നു. എന്നാൽ ചിലപ്പോൾ ഒരു തീരുമാനം, ഒരു നിമിഷത്തെ വ്യക്തത, ഒരു തീപ്പൊരി പോലുള്ള അവബോധം, എത്രയും മതി നിങ്ങളുടെ മുഴുവൻ ആരോഗ്യയാത്രയും ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. നിങ്ങൾക്ക് വ്യക്തതയും
ശക്തിയും പുതുക്കിയ പ്രതീക്ഷയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. രോഗത്താൽ ഭരിക്കപ്പെടാതെ അവബോധത്താൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നിങ്ങൾ അർഹിക്കുന്നു. ഈ ജീവിതം നാം അനുഭവിക്കുന്നത് ഈ ശരീരത്തിലൂടെയാണ്. അതിനാൽ ശരീരത്തെ ശാസ്ത്രീയമായി മനസ്സിലാക്കി സംരക്ഷിക്കുക എന്നതാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന യാഥാർത്ഥ്യം എപ്പോഴും ഓർമ്മിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ കേട്ടത് നിങ്ങളെ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരറ്റത്ത് ഒരുപക്ഷെ എനിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞേക്കും, ഒരുപക്ഷെ എനിക്ക് സുഖം പ്രാപിക്കാൻ കഴിഞ്ഞേക്കും, മരുന്നുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും, ഓപ്പറേഷൻ ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും എന്ന് മന്ത്രിച്ചെങ്കിൽ സന്തോഷിക്കുക. ആരോഗ്യത്തിലേക്കുള്ള വാതിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഈ പുതുവർഷം ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം എന്ന സമ്മാനം നിങ്ങൾക്ക് സ്വയം നൽകുക. കൂടാതെ ആരോഗ്യവാനായ നിങ്ങളെ കുടുംബത്തിനും സമൂഹത്തിനും സമ്മാനിക്കുക. നിങ്ങളുടെ ജീവിതശൈലി നിരീക്ഷിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ശരീരത്തിന്റെ അളവുകൾ മനസ്സിലാക്കാൻ തുടങ്ങുക. ആരോഗ്യകാര്യത്തിൽ പുതിയ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുക. നിങ്ങൾക്ക് ആശയക്കുഴപ്പമോ സമ്മർദ്ദമോ എവിടെ തുടങ്ങണം എന്നതിനെക്കുറിച്ച് ഉറപ്പില്ലായ്മയോ തോന്നുന്നുവെങ്കിൽ പിന്തുണ തേടുക. ക്ലിനിക്കൽ മാർഗനിർദ്ദേശം ബലഹീനതയുടെ ലക്ഷണമല്ല, അത് വിവേകത്തിന്റെ ലക്ഷണമാണ്. തീരുമാനം നിങ്ങൾ തനിച്ചെടുക്കേണ്ടതില്ല. നിങ്ങളുടെ രക്ഷിതാക്കളുമായി, കുടുംബവുമായി, സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കിടുക. കൂടുതൽ ശാസ്ത്രീയമായി പിന്തുണയ്ക്കുന്ന ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളിൽ പ്രത്യേക രോഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തുക. ക്രോണിക് പേഷ്യന്റ് സ്റ്റാറ്റസ് മാറാരോഗവുമായി ജീവിക്കുന്ന വ്യക്തിത്വത്തിൽ നിന്ന് പുറത്തുകിടന്ന് ആത്മവിശ്വാസമുള്ള, സ്വതന്ത്രനായ, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ എന്ന വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ കാലെടുത്തു വയ്ക്കുന്ന വർഷമായി ഈ പുതുവർഷത്തെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കട്ടെ. ഇതാകട്ടെ നിങ്ങളുടെ മാറ്റത്തിന്റെ വർഷം. താങ്ക് യു.